നമ്മുടെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേ എന്ന് പറയുന്നത് നമ്മുടെ മാരേജ് തന്നെയായിരിക്കും. ഇപ്പോൾ ഒരു മൂവിയിൽ 1983 പറയുന്നുണ്ട് മേക്കപ്പ് കുറച്ച് കൂടിയ ചേട്ടാ എന്ന് ചോദിക്കുന്ന അവസ്ഥ പലരുടെ ലൈഫിൽ ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവും. ചിലപ്പോൾ ഒന്നെങ്കിൽ മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഒരു യക്ഷിയുടെ പോലെ ആയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഡള്ളായി പോയിട്ടുണ്ടാവാം. ഈവൻ ഒരു ന്യൂസ് റിപ്പോർട്ടർ റീസെന്റ് ഒരു ന്യൂസ് ചാനലിൽ വന്നപ്പോൾ വല്ലാതെ ഡള്ളായി പോയി, ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന ആള് ഡള്ളായി പോയി. എന്നാൽ നല്ല മേക്കപ്പ് ആർട്ടിസ്റ്റ് നമ്മുടെ ഇടയിലുണ്ട്. 11 വർഷത്തെ എക്സ്പീരിയൻസും അതിലുപരി ഹീസ് എൻ എ സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ്. മറ്റാരല്ല, ടോണി ദ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് നമ്മുടെ കൂടെ ജോയിൻ. എന്നോട് എൻ്റെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ചോദിക്കുകയാണെങ്കിൽ എപ്പോഴും ഞാൻ ഭയങ്കര ഹൈ ആയിട്ട് ചിന്തിക്കുന്ന ഒരാളാണ്. കാറ് വേണം, എനിക്ക് വലിയ വീട് വേണം, അങ്ങനെ എൻ്റെ എക്സ്പെക്ടേഷൻസ് ഭയങ്കര ഹൈ ആണ്. എൻ്റെ കുട്ടിക്കാലം മുതലേ ഞാൻ കുറച്ചൊരു ലൈക്ക് എൻ്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ കുറച്ചൊരു പെണ്ണുങ്ങളുടെ പോലെയുള്ള ഒരു ക്യാരക്ടറായിരുന്നു. ഞാനിടുന്ന ഷോർട്സിലും ടീഷർട്ടിനേക്കാളും എനിക്കിഷ്ടം ചേച്ചിയുടെ ഫ്രോക്കുകളും ഒക്കെയാണ്. ഓപ്പോസിറ്റ് സെക്സിനോട് അല്ല താല്പര്യം, ഓൺ സെക്സിനോടാണ്. എനിക്ക് ഇതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല. വാട്ട്സ് യുവർ ഐഡന്റിറ്റി എന്ന് ചോദിച്ചാൽ ഞാൻ ചെയ്യാം. അതെവിടെയും തുറന്നു പറയാം. എന്താ അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ഒരാൾക്ക് അത് ഇത്രയും ഒരു എക്സ്പോഷർ ഇല്ലാത്ത ഒരാൾക്ക് മേക്കപ്പ് ചെയ്യുന്നത് എപ്പോഴും ചാലഞ്ചിങ് തന്നെയാണ്. ഇൻകമാണ് മെയിൻ. നമ്മൾ വർക്ക് ചെയ്യുന്നതിനാണ് പൈസക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ ബാംഗ്ലൂർ പോയി കഴിഞ്ഞിട്ടാണ് ഞാൻ അത്രയും കുറച്ചുകൂടി ഒരു ലൈക്ക് ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ ഞാൻ മീറ്റ് ചെയ്യുന്നത്. എൻ്റെ ചാർജ് ഞാൻ ആക്ച്വലി ഒരു 45 പ്ലസ് ആണ് ഞാൻ ചാർജ് ചെയ്യുന്നത്. ഞങ്ങൾക്ക് ഒരു ആപ്പൊക്കെ അറിയാമോ, ഡേറ്റിംഗ് ആപ്സ് ആപ്പിൽ നിന്നാണ് എനിക്ക് കുറെ ഫ്രണ്ട്സിനൊക്കെ എനിക്ക് കിട്ടിയത്. അങ്ങനെ എനിക്കൊരു പാർട്ണർ ഉണ്ടായിരുന്നു. പുള്ളി ആക്ച്വലി ബൈസെക്ഷൽ ആണ്. എന്നെ ഒരാൾ വെഡിങ്ങിന് വിളിക്കുമ്പോൾ ഞാൻ ഒരു ആദ്യമായിട്ട് കാണുന്നത്. ഞാൻ ആദ്യമായിട്ട് കണ്ട് കുറച്ച് നേരം സംസാരിച്ചിട്ട് ഞാൻ ചോറ് വാരി കൊടുത്ത് അങ്ങനെ ഇരിക്കും. ഇപ്പൊ എന്നെ അവർ വിളിച്ചേക്കുന്നതിനാണ് മേക്കപ്പ് ചെയ്യാനാണ്. എൻ്റെ ജോലി ഭംഗിയായിട്ട് ചെയ്യുക, കാശ് മേടിക്കുക, തിരിച്ചു വരിക. അവിടെ ഒരു ഡ്രാമയുടെ ആവശ്യമില്ല. ഈ എന്നുള്ളൊരു കാറ്റഗറി മാത്രമാണ് കൂടുതൽ ആക്റ്റീവായിട്ട് നിൽക്കുന്നത്. ഇപ്പൊ എല്ലും ഇല്ല, ബിയും ഇല്ല, ജിയും ഇല്ല, മനസ്സിലായി. ഇപ്പൊ ജി എന്നുള്ളൊരു കാറ്റഗറിനെ കാണുമ്പോഴേ പുച്ഛമാണ് ആൾക്കാർക്ക്. നമസ്കാരം ടോണി. ഹായ്. അപ്പൊ ഞാൻ ഇൻട്രോയില് പറഞ്ഞ പോലെ ചില ആൾക്കാർ ഇന്ന് കാണുന്ന പോലെ ആയിരിക്കും ചിലപ്പോൾ നാളെ കാണുന്ന പോലെ ആയിരിക്കില്ല മറ്റന്നാൾ. ദിനം പ്രതി മേക്കപ്പിന്റെ അളവ് ചിലപ്പോൾ കൂടും കുറയും. അതിനെങ്ങനെയാണ് നോക്കി കാണുന്നത്? ഞാൻ ആക്ച്വലി ഭയങ്കര അപ്ഡേറ്റഡ് ആണ്. ഓക്കെ. നമ്മൾ ഇപ്പോൾ ഫീൽഡിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ഓക്കെ. പുതിയ അപ്ഡേഷൻസ് ആണെങ്കിൽ ഇപ്പോൾ മേക്കപ്പിൽ ഒരുപാട് അപ്ഡേഷൻസ് എവറി ഡേ വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ അതെല്ലാം പ്രോപ്പറായിട്ട് വാച്ച് ചെയ്ത് എന്താണോ വേണ്ടത് അത് കൊടുക്കുന്ന മേക്കപ്പ് ആർട്ടിസ്റ്റാണ് ഞാൻ. ഓക്കെ. അപ്പോൾ എന്തൊക്കെയാണ് ഇപ്പോഴത്തെ കറണ്ട് അപ്ഡേറ്റ്സ്? ഇപ്പോൾ മെയിനായിട്ട് ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത് സ്കിൻ ടോൺ മേക്കപ്പ് ആണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. പണ്ടത്തെ പോലെ ആ കുട്ടിയടി ഇപ്പൊ ഇല്ല. എല്ലാവരും സ്കിൻ ടോൺ മേക്കപ്പിലേക്കാണ് കൂടുതൽ പോകുന്നത്. അതായത് നമ്മുടെ നാച്ചുറൽ എന്താണോ സ്കിൻ ടോൺ ജസ്റ്റ് ഒന്ന് എൻഹാൻസ് ചെയ്യാന്നുള്ളതാണ്. ഒരു ഗ്ലോ കൊടുക്കുക. ഓക്കെ, ഫൈൻ. ഇനി വാട്ട് അബൌട്ട് യു ടോണി, എങ്ങനെയാണ് മേക്കപ്പിൽ എത്തിയെന്ന് അറിയാൻ? മേക്കപ്പ് എൻ്റെ ഒരു പാഷനാണ്. ഞാൻ ആക്ച്വലി 12 വർഷമായിട്ട് ഞാൻ ഫീൽഡിൽ വളരെ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നു. അതിന് മുന്നേ ഞാൻ ബാംഗ്ലൂരിൽ ഹോസ്പിറ്റൽ ഇൻഡസ്ട്രിയിലായിരുന്നു, ഹോസ്പിറ്റാലിറ്റി. ഓക്കെ. ഞാൻ അവിടെ ഹോട്ടൽ റിസർവേഷൻ ഇൻചാർജ് ആയിട്ട് വർക്ക് ചെയ്യായിരുന്നു ബാംഗ്ലൂർ. ഓക്കെ. എനിക്ക് എൻ്റെ കരിയർ ചൂസ് ചെയ്യാമെന്ന് ആദ്യം പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ മേക്കപ്പ് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അന്ന് ആക്ച്വലി മേക്കപ്പും അല്ലായിരുന്നു. എനിക്ക് പറഞ്ഞത് എനിക്ക് മറ്റേ ബ്യൂട്ടീഷ്യൻ ആവണം എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അന്ന് ബ്യൂട്ടി പാർലറും ബ്യൂട്ടീഷ്യൻ ആയിരുന്നു. അപ്പൊ ഇപ്പോഴാണ് കൂടുതൽ ഈ ഒരു കാറ്റഗറിയിലോട്ട് വന്നത്, മേക്കപ്പ് ആർട്ടിസ്റ്റിനുള്ള കാറ്റഗറിയിലേക്ക് വന്നത്. ഓക്കെ. വീട്ടിൽ പറയുന്ന ടൈമിൽ എനിക്ക് വീട്ടിൽ നിന്ന് പറഞ്ഞു, വേണ്ട അതൊക്കെ പെണ്ണുങ്ങൾ പോണ പരിപാടിയാണ്, നീ അതിനൊന്നും പോകാൻ നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഭയങ്കരമായിട്ട് എന്നെ ഷൗട്ട് ചെയ്ത് പിന്നോട്ട് വലിച്ച്. ഓക്കെ. കുറെ ജോബുകൾ ഞാൻ ചെയ്തു. എന്താ പഠിച്ചത്? ഞാൻ ആക്ച്വലി BA ലിറ്ററേച്ചറാണ്. ഓക്കെ. ഓക്കെ. ചെയ്തു. ഞാൻ കോൾ സെന്ററിൽ വർക്ക് ചെയ്തു. ഞാൻ ക്രോക്കഡൈലിന്റെ ഷോറൂമിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ബാംഗ്ലൂർ ഷിഫ്റ്റ് ചെയ്തു. ബാംഗ്ലൂർ ഷിഫ്റ്റ് ചെയ്തപ്പോൾ എനിക്കൊരു ഹോസ്പിറ്റാലിറ്റി സെക്ടറിൽ ഞാൻ റിസർവേഷൻ ഇൻചാർജ് ആയിട്ട് ഞാൻ വർക്ക് ചെയ്തു. ഓക്കെ. അതിന് മുന്നേ ട്രാവൽസിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസിന്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് എനിക്ക് അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റിയത്. എന്നിട്ട് എനിക്ക് ഒരു ലൈക്ക് ഇൻകം ആയി, എനിക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റും, ഒരാളുടെ ഹെൽപ്പ് ഇല്ലാണ്ട് നിൽക്കാൻ പറ്റും എന്ന് എനിക്കൊരു ബോധ്യം വന്ന സമയത്താണ് ഞാൻ ആക്ച്വലി ഫീൽഡിലോട്ട് വരണം എന്ന് ആഗ്രഹിച്ചത്. ആ സമയത്ത് കൊച്ചിയിലുണ്ടായിരുന്നത് ലൈക്ക് ജാൻമോനി, അവിനാഷ്, രഞ്ജു, അങ്ങനെ കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള മേക്കപ്പ് ആർട്ടിസ്റ്റുകളായിരുന്നു. അപ്പം ഞാൻ ആക്ച്വലി എൻ്റെ ഗുരു എന്ന് വേണേൽ പറയാം. ലൈക്ക് ഞാനൊരു 4 days വർക്ക് ചെയ്തിട്ടുണ്ട് അവിനാഷിൻ്റെ ഒപ്പം. ഓക്കെ. പുള്ളിയാണ് മറ്റേ അമല പോണ്ടിൻ്റെ നസ്രീയുടെയൊക്കെ മേക്കപ്പ് ചെയ്തത്. അപ്പോൾ പുള്ളിയെ കോൺടാക്ട് ചെയ്തു, എനിക്ക് അസിസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വെക്കേഷന് വന്ന ടൈമിലാണ് ഞാൻ പുള്ളിനെ 4 days അസിസ്റ്റ് ചെയ്യുന്നത്. അപ്പോഴാണ് ഞാൻ ആക്ച്വലി എന്താണ് മേക്കപ്പ് എന്ന് ഫസ്റ്റ് ടൈം കാണുന്നത്. എത്ര വയസ്സുള്ളപ്പോൾ? അത് എനിക്ക് ലൈക്ക് ഒരു ഇപ്പോൾ 12 വർഷമായില്ലേ. 12 വർഷം മുന്നേ ആയിരിക്കും. അപ്പോൾ എത്ര വയസ്സായിരിക്കും അത് ചെക്ക്മേറ്റ് ആയിപ്പോയി. അപ്പോൾ അങ്ങനെ അപ്പോൾ പുള്ളീനെ വിളിച്ചു. ലൈക്ക് ഞാൻ പുള്ളിയോട് വർക്ക് ചെയ്തു. അന്ന് തിരിച്ച് ഞാൻ ബാംഗ്ലൂർ പോയി കഴിഞ്ഞ് എനിക്ക് ഫസ്റ്റ് ഈവന്റ് കിട്ടുന്ന അവിടെ നിന്നാണ്. ഓക്കെ. എൻ്റെ ഒരു ഫ്രണ്ട് വഴിയായിട്ട് പുള്ളിയുടെ കസിൻസിന് മേക്കപ്പ് ചെയ്യാനാണ് ആദ്യം ഞാൻ ചെയ്യുന്നത്.
അപ്പോൾ അത് ഭയങ്കര സക്സസ് ആയി. ഉം. അതെനിക്ക് എന്താണെന്ന് അറിയില്ല. ഞാൻ ആക്ച്വലി ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ്. ഇപ്പൊ എനിക്കൊരു കാര്യം ചെയ്യണം എന്ന് ഞാൻ എന്റെ മനസ്സിൽ വിചാരിച്ചാൽ ഞാൻ അതിനുവേണ്ടി കുറെ ഹോംവർക്ക് ചെയ്യും. ഓക്കെ. അപ്പൊ ഈ ഒരു ബുക്കിംഗ് വന്ന ടൈമിൽ തന്നെ ഞാൻ കുറെ ഹോംവർക്ക് ചെയ്തു. എനിക്ക് ആക്ച്വലി അന്ന് മേക്കപ്പ് അറിയില്ല, ഹെയർ അറിയില്ല, ഒന്നും അറിയില്ല. ഞാൻ ഷോപ്പിൽ പോയി കുറെ പ്രൊഡക്ട്സ് ഒക്കെ ഞാൻ മേടിച്ചു. ലൈക്ക് ലോക്കൽ പ്രൊഡക്റ്റ് ആണ് മേടിച്ചത്. അന്ന് നമുക്ക് അത്രേ ബഡ്ജറ്റ് ഉള്ളൂ. മേടിച്ച് ഞാൻ കുറെ പ്രാക്ടീസ് ഒക്കെ ചെയ്ത് ആ ഒരു ഡേയിൽ ഞാൻ അവർക്ക് പോയിട്ട് മേക്കപ്പ് ചെയ്തു. അവർക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പൊ ആ പെണ്ണിന്റെ എൻഗേജ്മെന്റിന്റെ മേക്കപ്പാണ് ഞാൻ ചെയ്തത്. പക്ഷെ അവർക്കത് ഇഷ്ടമായത് കൊണ്ടിട്ട് അവരന്ന് ലാക്മേ സ്റ്റുഡിയോ ബാംഗ്ലൂർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നേ. അത് ക്യാൻസൽ ചെയ്തിട്ട് അത് അവരുടെ വെഡിങ് കൂടെ എനിക്ക് തന്നു. അതാണ് എന്റെ കരിയറിൽ ഫസ്റ്റ്. പിന്നെ അവരുടെ ഫാമിലി തന്നെ കുറെ ബുക്കിംഗ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. കരിയർ. അപ്പോഴെനിക്ക് പേടിയായിരുന്നു. ലൈക്ക് അപ്പൊ ആ സമയത്ത് കുറെ വെഡിങ്സിന് വരാൻ തുടങ്ങി ബാംഗ്ലൂരിൽ നിന്നൊക്കെ. ഞാൻ കുറെ പേജൊക്കെ ഉണ്ടാക്കി. ഇപ്പൊ ഇൻസ്റ്റാഗ്രാം അത്ര ആക്റ്റീവ് അല്ലായിരുന്നു ഞാൻ. അതെനിക്ക് ഫേസ്ബുക്ക് പേജ് ആയിരുന്നു. അപ്പൊ അതിലൊക്കെ ഞാൻ കുറെ ഫോട്ടോസ് ഒക്കെ ഇട്ട് അതെല്ലാം ആക്റ്റീവായിട്ട് വന്നു. അത്യാവശ്യം വർക്കുകൾ ചെയ്ത് നിൽക്കുമ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് കൊച്ചിയിലേക്ക് വന്നുകൂടാം. അപ്പൊ ഞാൻ ഓർത്തു ബോൺ ആൻഡ് റേസ്ഡ് കൊച്ചിയാണ്. അപ്പോൾ കൊച്ചിയിലാണ് ഞാൻ എന്താ പറയാ അത്യാവശ്യം പേരെടുക്കേണ്ടത് എന്ന് വെച്ചാൽ ഞാൻ ഓർത്തു എന്തായാലും ജോബ് റിസൈൻ ചെയ്യാം. ഞാൻ അതിന് മുന്നേ ഞാൻ കുറെ ഫോട്ടോഗ്രാഫേഴ്സിനെ ഞാൻ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറെ ഫോട്ടോഗ്രാഫേഴ്സിനെ കോൺടാക്ട് ചെയ്തു. അവർ എനിക്ക് പറഞ്ഞു എനിക്ക് ഓപ്പർച്യൂണിറ്റി തരാം, പക്ഷെ നീ കൊച്ചിയിലേക്ക് വരണം. അങ്ങനെ ഞാൻ ഷിഫ്റ്റ് ചെയ്ത് വന്നു. കുറെ ഫോട്ടോഷൂട്ടുകൾ ഞാൻ ചെയ്തു. അതായത് ഓൾമോസ്റ്റ് എല്ലാ ലീഡിങ് മാഗസീൻസിലും ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ ലീഡിങ് ഫാഷൻ ഫോട്ടോഗ്രാഫേഴ്സിനൊപ്പം ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എൻ്റെ കരിയർ ഇവിടെ സ്റ്റാർട്ട് ചെയ്തു. അപ്പം എനിക്ക് പേടിയായിരുന്നു. ലൈക്ക് ഇവിടെ ഇത്രയും വലിയ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എക്സ്പേർട്ട് ആയിട്ടുള്ള മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ ഉള്ളപ്പോൾ എന്നെ കാര്യമായിട്ട് എന്നുള്ളൊരു ടെൻഷൻ എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ താങ്ക് ഗോഡ് ഞാനിവിടെ വന്നിട്ട് അന്ന് മുതൽ ഇന്ന് വരെ എനിക്ക് ഓപ്പർച്യൂണിറ്റിക്ക് യാതൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. അപ്പൊ അങ്ങനെ സ്വയം വഴിവെട്ടി മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്നൊരു ഫീൽഡിലോട്ട് എത്തിയ വ്യക്തിയാണ്. വീട്ടുകാർ ഇത് പറഞ്ഞപ്പോ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, വീട്ടുകാർ ഇത് ആദ്യം നെഗ്ലക്ട് ചെയ്തു, അല്ലെങ്കിൽ പറ്റില്ല, സ്ത്രീകൾ ചെയ്യേണ്ട ഒരു പണിയാണ് മേക്കപ്പ് അല്ലെങ്കിൽ ബ്യൂട്ടീഷ്യൻ സ്ത്രീകൾ മാത്രം ചെയ്യുന്ന, അന്ന് അങ്ങനെയായിരുന്നു. നമ്മൾ എന്റെ ചെറുപ്പത്തിലൊക്കെ ബ്യൂട്ടി പാർലറിൽ അമ്മ പോകുന്ന, അല്ലെങ്കിൽ ചേച്ചി, ആണുങ്ങൾക്ക് പ്രവേശനമില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള റീസൺ? അത് എനിക്ക് തോന്നുന്നത്, ഞാൻ ആക്ച്വലി എൻ്റെ കുട്ടിക്കാലം മുതലേ ഞാൻ കുറച്ചൊരു ലൈക്ക് എൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ കുറച്ചൊരു പെണ്ണുങ്ങളുടെ പോലെയുള്ള ഒരു ക്യാരക്ടറായിരുന്നു എൻ്റെ. അപ്പൊ ചിലപ്പോൾ അതിനൊന്നും കൂടി കൂടണ്ടെന്ന് വിചാരിച്ചായിരിക്കും വീട്ടുകാർ പറഞ്ഞത്. ഒരു സ്ത്രൈണത ഉള്ളത് കൊണ്ട് ഒരു പേടി, എന്താ പറയാ, ഇപ്പൊ ഉള്ളതിനേക്കാളും കഷ്ടമുള്ളൊരു പേടി ഉണ്ടായിരിക്കാം ചിലപ്പോൾ അവർക്ക്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും അവരങ്ങനെ പറഞ്ഞത്. എന്താണ് അങ്ങനെ ഒരു സ്ത്രൈണതയിലേക്ക് എത്താനുള്ള റീസൺ? എത്തിയതല്ല, ഞാൻ അങ്ങനെയാണ്. ഒരു ബാക്ക് സ്റ്റോറി എന്തെങ്കിലും? ബാക്ക് സ്റ്റോറി ഒന്നും ഇല്ല. ഞാൻ എന്താ പറയാ, ബൈ ബർത്ത് ഇങ്ങനെയാണ്. എന്നോട് ചോദിച്ചാൽ നീ എന്ത് ഇങ്ങനെയാന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെയാണ്, ബൈ ബർത്ത് ഇങ്ങനെയാണ്. അതായത് എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ എനിക്ക് ഫുൾ അട്രാക്ഷൻ ഉള്ളത് എനിക്കൊരു ചേച്ചിയുണ്ട്. ചേച്ചിയുടെ, അതായത് ഞാനിടുന്ന ഷോർട്സിലും ടീഷർട്ടിനേക്കാളും എനിക്ക് ഇഷ്ടം ചേച്ചിയുടെ ഫ്രോക്കുകളും ഒക്കെയാണ്. അപ്പൊ എന്റെ ഫാമിലിയിൽ നിന്ന് കുറെ പേര് പുറത്തൊക്കെ വർക്ക് ചെയ്യണം, എബ്രോഡൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇവര് വരുന്ന സമയത്തൊക്കെ എനിക്കല്ല ചേച്ചിക്ക് കുറെ സാധനങ്ങൾ കൊണ്ടുവരും. ലൈക്ക് മേക്കപ്പ് ബോക്സ്, പണ്ടത്തെ മേക്കപ്പ് ബോക്സ് അതൊക്കെ കൊണ്ടുവരും. അപ്പൊ ഞാനാണ് അതൊക്കെ യൂസ് ചെയ്യുന്നത്. ചേച്ചി അങ്ങനെ ഒരു മേക്കപ്പ് പേഴ്സൺ അല്ല. അപ്പൊ ചേച്ചിക്ക് കിട്ടുന്ന പല കാര്യങ്ങളും ഞാനാണ് യൂസ് ചെയ്യുന്നത്. ചേച്ചിയുടെ ഉടുപ്പുകളായാലും ഒക്കെ ഞാൻ ഇടുമായിരുന്നു. അപ്പൊ അതിന് കുറെ അടി കിട്ടിയിട്ടുണ്ട് എനിക്ക്. പണ്ട് എന്ന് വെച്ചാൽ നമ്മുടെ പാരന്റ്സിന്റെ ഒരു ധാരണ എന്ന് പറഞ്ഞാൽ അടിച്ചാൽ മാറും എന്നുള്ളതായിരുന്നു. അപ്പോ അങ്ങനെ ആ ഒരു എന്താ പറയാ, എനിക്ക് ഉടുപ്പ് വേണമെന്ന് ഞാൻ പറയുമ്പോൾ എനിക്ക് അടി കിട്ടും. അപ്പൊ ഞാൻ പേടിച്ചിട്ട് ഞാൻ ഡ്രസ് ഇടും. അപ്പൊ പിന്നെയും പിറ്റേ ദിവസം ഞാൻ ആ സെയിം ഇതിലേക്ക് വരും. അപ്പൊ താങ്കൾ പറയുന്നത് താങ്കൾക്ക് ഓപ്പോസിറ്റ് സെക്സിനോട് അല്ല താല്പര്യം, ഓൺ സെക്സിനോടാണ്? എനിക്ക് ഇതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല, താല്പര്യമില്ല. അപ്പൊ വാട്ട്സ് യുവർ ഐഡന്റിറ്റി എന്ന് ചോദിച്ചാൽ? ഞാൻ ഗേ ആണ്. അതെവിടെയും തുറന്നു പറയാം. എന്താ, എന്നെ ഞാൻ അക്സെപ്റ്റ് ചെയ്യണ്ടേ? ഞാൻ അക്സെപ്റ്റ് ചെയ്താലേ എനിക്ക് മറ്റുള്ളവരോട് പറയാൻ പറ്റുള്ളൂ നിങ്ങൾ എന്നെ അക്സെപ്റ്റ് ചെയ്യണമെന്ന്. അപ്പൊ നിങ്ങൾ പ്രൗഡ്ലി പറയണ്ട ഞാനൊരു ഗേ. ഓക്കെ, ഫൈൻ. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ താങ്കൾക്ക് ഒരു സ്ത്രൈണത ഉണ്ട്, സ്ത്രീകളുടെ കാര്യങ്ങളോടാണ് കൂടുതൽ താല്പര്യം എന്ന് പറയുമ്പോൾ താങ്കൾക്ക് ഒരു ട്രാൻസ് എന്ന രീതിയിലേക്ക് ചിന്തിച്ചിട്ടുണ്ടോ ഇതുവരെ? ഇല്ല. എനിക്ക് ഞാനായിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ്, ഞാനായിട്ടിരിക്കുക എന്നുള്ളതാണ്. എനിക്ക് എന്റെ ബോഡിയിൽ യാതൊരു ഓൾട്രേഷൻ ചെയ്യാൻ താല്പര്യമില്ല. ഇവിടെ പല ആൾക്കാരും ചെയ്യുന്നവർ ചെയ്തോട്ടെ. പല ആൾക്കാരും ഡൗൺ സർജറി ചെയ്യാതെ അപ്പ് സർജറി ചെയ്ത് താല്പര്യം. ഞാൻ ആക്ച്വലി ഇത്രയും വർഷം ഇങ്ങനെയാണ് ജീവിച്ചത്. എന്നെ ഇങ്ങനെ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. എന്റെ ഫാമിലി ആണെങ്കിലും നാട്ടുകാരാണെങ്കിലും എന്റെ എന്താ പറയാ, എന്റെ കൂടെ ഫ്രണ്ട്സ് ആണെങ്കിലും ഒക്കെ എന്നെ ഇത് ടോണിയായിട്ട് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. വീട്ടുകാർ ഓക്കെ ആണോ? വീട്ടുകാർക്ക് പ്രശ്നമല്ല. അപ്പോൾ ഞാനാണ് എന്റെ ഫാമിലി ടേക്ക് കെയർ ചെയ്യണത്. അതല്ലേ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അപ്പോ ചെറുപ്പത്തിൽ ഇത് എത്രാമത്തെ വയസ്സും ആണ് തിരിച്ചറിഞ്ഞ, അല്ലെങ്കിൽ എനിക്ക് എല്ലാവരോടും ചോദിക്കുമ്പോ, എസ്പെഷ്യലി ട്രാൻസ് ഇന്റർവ്യൂസ് ഒക്കെ എടുക്കുമ്പോൾ, എത്രാമത്തെ വയസ്സിലാണ് ഞാൻ തിരിച്ചറിഞ്ഞത് ഞാനൊരു +1 അല്ലെങ്കിൽ ചിലപ്പോ 10ാം ക്ലാസ് എന്നൊക്കെ പറയാറുണ്ട്.
ടോണി എപ്പോഴാണ് ഞാൻ തിരിച്ചറിഞ്ഞത്? വളരെ കുഞ്ഞില് തിരിച്ചതാണ്. എനിക്ക് തോന്നുന്നത് ഞാൻ ഈ പറഞ്ഞില്ല ചേച്ചിയുടെ ഡ്രസ്സൊക്കെ ഇടും എന്ന് പറഞ്ഞത്, ഉം. ലൈക്ക് എനിക്ക് തോന്നുന്നത് ലൈക്ക് എനിക്കൊരു ഏജ് ഓഫ് 2 or 3 ഒക്കെ ഉള്ള സമയത്തായിരിക്കാം. ഓ, മനസ്സിലായോ? ഓക്കെ. എനിക്ക് അത്ര അങ്ങോട്ട് ഓർമ്മയില്ല. പക്ഷെ എന്താ പറയാ, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഓർമ്മയില്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവാം അതെ. ചെയ്തത്. ഉം. അപ്പൊ അത് ഓർക്കുമ്പോൾ ഞാൻ വളരെ കുഞ്ഞിലെയാണ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുള്ളത്. ഉം. പിന്നെ ഇത് ഞാൻ ഈ ഒരു കാര്യത്തെ പറ്റി ഞാൻ അറിഞ്ഞു എന്ന് പറഞ്ഞാല്, എന്റെ ഫാമിലി ആണെങ്കിലും എന്റെ നെയ്ബേഴ്സ് ആണെങ്കിലും ഇപ്പോഴും എന്നെ കാണുമ്പോൾ ഈ കാര്യം ഡിസ്കസ് ചെയ്യാറുണ്ട്. ഓക്കെ. എനിക്കിപ്പോ ഒരു ഏജ് ആയി, ഞാൻ പറയുന്നില്ല, ഏജ് പറയുന്നില്ല. ഓക്കെ. അപ്പോൾ ഈ ഒരു ഏജിലും അവരെന്നെ കാണുമ്പോൾ അവർ ആ പണ്ട് എന്നെ എങ്ങനെയാണോ കണ്ടേ ആ ഒരു കണ്ണിലാണ് ഇപ്പോഴും കാണുന്നതും സംസാരിക്കുന്നതൊക്കെ. സ്വാഭാവികമായിട്ടും ഒരു സ്ത്രൈണത ഒരു പുരുഷനിൽ ഉണ്ടാകുമ്പോ പല പേരും വിളിക്കാറുണ്ട്, പലതരത്തിലും കളിയാക്കലും ബുള്ളിങ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും. അങ്ങനെ ഒരു ലൈഫിൽ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? എനിക്കൊരു പോയിന്റ് എനിക്ക് ആക്ച്വലി ഭയങ്കര പ്രശ്നമായിരുന്നു. ഞാൻ ആൾക്കാരുടെ ഇടയിലോട്ട് പോകില്ലായിരുന്നു. ഓക്കെ. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു പോകാനായിട്ട്. കാരണം ഇപ്പൊ എന്റെ ഫാമിലിയിൽ നിന്നാണ് കൂടുതൽ എനിക്ക് ബുള്ളിങ്സ് ഉണ്ടായിട്ടുള്ളത് തന്നെ. അപ്പൊ എന്താ അങ്ങനെ വരാൻ റീസൺ എന്ന് പറഞ്ഞാൽ, ഞങ്ങളുടെ ഫാമിലിയിൽ ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ ലൈക്ക് അവർ വന്ന് കയറി ഒരു കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും അവിടെ ഒരു എന്താ പറയാ, ഒരു സംസാര വിഷയം എന്ന് പറഞ്ഞാൽ ഞാനായിരിക്കും. ഓക്കെ. മനസ്സിലായ? അപ്പൊ നമ്മളെന്ന് വെച്ചാൽ അന്ന് ഞാൻ വളരെ ചെറുതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഞാൻ ചെയ്യണമെന്ന് പറഞ്ഞാല്, എൻ്റെ വീടിന്റെ ഒരു മെയിൻ ഡോർ ഉണ്ട്. മെയിൻ ഡോർ ബാക്കിലാണ് ഞാൻ പോയി ഇരിക്കാറുള്ളത്. ഓക്കെ. എനിക്ക് പേടിയായിരുന്നു ആ സമയത്ത്. ലൈക്ക് ഇനിയിപ്പോ എന്റെ കാര്യം പറയോ, എന്നെ കളിയാക്കോ എന്നൊക്കെ ഉള്ളൊരു പേടി സ്വാഭാവികമായിട്ടും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആക്ച്വലി ഏത് ഫാമിലി ഫംഗ്ഷൻ വന്നാലും എന്ത് ഫംഗ്ഷൻ വന്നാലും ഞാൻ എൻ്റെ ഫാമിലിയോട്ട് ഞാൻ കോപ്പറേറ്റ് ചെയ്യേയില്ല. ഓക്കെ. ഞാൻ ആ സമയത്ത് എന്തെങ്കിലും എക്സ്ക്യൂസ് ഒക്കെ പറഞ്ഞ് ഞാൻ മുങ്ങോടുന്നു. എനിക്ക് അവരുടെ ഫ്രണ്ടിലോട്ട് പോകാൻ ഇഷ്ടമില്ല. പക്ഷെ ഇപ്പം എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയും വേറെയുള്ള സ്ഥലങ്ങളിൽ, ഇപ്പം ഞാനിപ്പോൾ മേക്കപ്പ് ആർട്ടിസ്റ്റാണ്, ഞാൻ കുറേ വെഡിങ്സിന് പോകുന്നുണ്ട്, എനിക്ക് അവിടെ ഒന്നും പ്രശ്നമില്ല. പക്ഷെ ഫാമിലി വൈസ് വരുമ്പോൾ എനിക്ക് ഇപ്പോഴും എൻ്റെ ഉള്ളൊരു പേടിയാണ്. ലൈക്ക് അവരങ്ങനെ പറയോ, കാരണം ചിലപ്പോൾ എൻ്റെ ട്രോമ ആയിരിക്കാം. കുട്ടിക്കാലത്ത് ഉണ്ടായിരുന്ന നമുക്കൊരു ട്രോമ ഉണ്ടാവുമല്ലോ, ചിലപ്പോൾ അതായിരിക്കാം. ഇപ്പോഴും ഇപ്പം എൻ്റെ ഫാമിലിയിൽ ഒരാൾ മരിച്ചാലോ ഒരു കല്യാണം വന്നാലോ ഞാൻ പോകാറില്ല. ഇപ്പോഴും പോകാറില്ല. എപ്പോഴാണ് കം ഔട്ട് ആയി വന്നത്? ആക്ച്വലി 2006 ഞാൻ ബാംഗ്ലൂർക്ക് ഷിഫ്റ്റ് ആവുന്നത്. ഓക്കെ. അപ്പൊ ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ എൻ്റെ ഫ്രണ്ട് സർക്കിൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ലോക്കൽ ഫ്രണ്ട് സർക്കിൾ ആയിരുന്നു. അപ്പൊ എന്താ പറയാ, ഞാൻ ബാംഗ്ലൂർ പോയി കഴിഞ്ഞിട്ടാണ് ഞാൻ അത്രയും കുറച്ചുകൂടി ഒരു ലൈക്ക് ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ ഞാൻ മീറ്റ് ചെയ്യുന്നത്. ഓക്കെ. ഗേസിൽ തന്നെ കുറച്ചുകൂടി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, കുറച്ചുകൂടി ഓപ്പൺ ആയിട്ട് ചിന്തിക്കുകയും കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന ആൾക്കാരെ ഞാൻ കാണുന്നത് അവിടെ വെച്ചിട്ടാണ്. ഞങ്ങൾക്ക് ഒരു ആപ്പ് ഒക്കെ ഉണ്ട്, അറിയാമോ? ഓക്കെ. എനിക്കറിയില്ല. ഒരു ആപ്പ് ഒക്കെ ഉണ്ട്. അപ്പൊ ആപ്പിൽ നിന്നാണ് എനിക്ക് കുറെ ഫ്രണ്ട്സിനൊക്കെ എനിക്ക് കിട്ടിയത്. ഡേറ്റിംഗ് ആപ്സ് അതുപോലത്തെ ഒരു ആപ്പാണ്. അതുപോലത്തെ ഒരു ആപ്പാണ്. അന്ന് പ്ലാനറ്റ് റൂമിൽ ആണ് പേര് അതിന്റെ. ഓക്കെ. അപ്പോൾ അതിൽ വെച്ചിട്ടാണ് ഞാൻ കുറെ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യുന്നതും ഞങ്ങൾ ഒന്നിച്ച് പാർട്ടിക്ക് പോകുന്നതും. അപ്പൊ എനിക്ക് അവിടെ നിന്ന് കിട്ടിയ ഫ്രണ്ട്സ് ആണ് ഇപ്പൊ ഞാൻ എന്താ പറയാ എത്രത്തോളം മാറി എന്നുള്ളതിന് ഞാനിപ്പോ അവരോട് താങ്ക്സ് പറയേണ്ടത് എൻ്റെ അന്ന് ഞാൻ പരിചയപ്പെട്ട ബാംഗ്ലൂരിലുള്ള എൻ്റെ ഫ്രണ്ട്സിനോട്ടാണ്. ഓക്കെ. കാരണം അവർ വഴിയാണ് എനിക്ക് അത്രയും ഒരു കുറച്ചും കൂടി ഓപ്പൺ ആയിട്ട് ചിന്തിക്കാൻ പറ്റിയത് എനിക്ക്. ഓക്കെ. അതല്ലായിരുന്നെങ്കിൽ ഞാൻ ഒരു പക്ഷേ ഇതേപോലെ ഡ്രസ്സ് പോലും ചെയ്യില്ലായിരിക്കാം. ലൈക്ക് ഒരു സാധാരണക്കാരനായിട്ട് ജീവിച്ചിട്ടുണ്ടാവും. സാധാരണക്കാരായിട്ട് നടക്കണ്ട, എനിക്ക് ഇതുപോലെ തന്നെ നടന്നാൽ മതി എന്നാണ് താങ്കൾ പറഞ്ഞത്. എന്നോട് എൻ്റെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ചോദിക്കുകയാണെങ്കിൽ എപ്പോഴും ഞാൻ ഭയങ്കര ഹൈ ആയിട്ട് ചിന്തിക്കുന്ന ഒരാളാണ്. ഓക്കെ. പണ്ട് മുതൽ എനിക്ക് കാർ വേണം, എനിക്ക് വലിയ വീട് വേണം, അങ്ങനെ എൻ്റെ എക്സ്പെക്ടേഷൻസ് ഭയങ്കര ഹൈ ആണ്. ഓക്കെ. അപ്പൊ എന്നെ പോലെ ചിന്തിക്കുന്ന ഒരാൾ സ്വാഭാവികമായിട്ടും താഴെ പോകാൻ ഇഷ്ടപ്പെടുന്നില്ല, മേളിലേക്ക് പോകാൻ താല്പര്യപ്പെടുള്ളൂ. അപ്പൊ അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ എനിക്ക് എന്താ പറയാ മാനിഫെസ്റ്റേഷൻ. ഞാൻ ഇപ്പൊ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ താങ്കള് ഈ പറഞ്ഞ ഈ ഗേ സർക്കിൾസുള്ള ഫ്രണ്ട്സിനെ കണ്ടുമുട്ടിയില്ല, അല്ലെങ്കിൽ അവരായിട്ട് സംസാരിച്ചില്ലെങ്കിൽ താങ്കൾ ഇപ്പൊ ഞാൻ പ്രൗഡ്ലി ഗേ എന്ന രീതിയിൽ പറയുമായിരുന്നു? എനിക്ക് ഇത്രയും ഓപ്പൺ ആയിട്ട് ഫ്രീ ആയിട്ട് സംസാരിക്കാൻ പറ്റുമായിരുന്നില്ല. എനിക്ക് ആ ഒരു സർക്കിളിലോട്ട് ഞാൻ പോയില്ലായിരുന്നെങ്കിൽ എനിക്ക് അത്രയും ഗട്ട്സ് കിട്ടില്ലായിരുന്നു. ഞാൻ പറഞ്ഞില്ല, ഇപ്പോഴും ഫാമിലി പോകുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടാണ്. ഓക്കെ. അപ്പൊ ആ പിള്ളേരെ കണ്ടപ്പോഴാണ് എനിക്ക് കുറച്ചുകൂടി ഞാൻ ഓപ്പൺ ആയിട്ട് ചിന്തിക്കാൻ തുടങ്ങിയതും ഞാൻ എന്നെ തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങിയത്. നമുക്ക് ആദ്യം വേണ്ടത് ഞാൻ എന്നെ തന്നെ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളൊരു പ്രോസസ്സാണ്. എന്നെ ഞാൻ അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ വേറെ ആരും എന്നെ അക്സെപ്റ്റ് ചെയ്യില്ല. എനിക്ക് വേറെ ആരോടും പറയാൻ പറ്റില്ല എന്നെ അക്സെപ്റ്റ് ചെയ്യണമെന്ന്. ഓക്കെ. അപ്പൊ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഞാൻ എന്നെ അക്സെപ്റ്റ് ചെയ്യുന്നുള്ള സ്റ്റേജിൽ നിന്നാണ്. അപ്പൊ നമുക്ക് പ്രായം കൂടി വരുമ്പോൾ ഒരു ലൈഫ് പാർട്ട്ണർ വേണമെന്ന് ചിന്തിക്കുമ്പോൾ താങ്കൾ ആരെ സെലക്ട് ചെയ്യും എന്നുള്ളൊരു? അങ്ങനെ എനിക്കൊരു പാർട്ട്ണർ ഉണ്ടായിരുന്നു. ആളും ഗേ തന്നെയായിരുന്നു? ഗേ അല്ല, പുള്ളി ആക്ച്വലി ബൈസെക്ഷൽ ആയിരിക്കാം. ഓക്കെ. ആണ്. ഫീമെയിൽ ആയിരുന്നു? അല്ല, മെയിൽ ആയിരുന്നു. എനിക്ക് കുറെ നാൾ ഉണ്ടായിരുന്നു, ലൈക്ക് ഓൾമോസ്റ്റ് 5 years ഉണ്ടായിരുന്നു. ഞങ്ങൾ ഭയങ്കര അറ്റാച്ച്ഡ് ആയിരുന്നു. പിന്നെ ഒരു പോയിന്റ് എത്തി, പുള്ളിക്ക് മാരേജ് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ആയിട്ട് പറഞ്ഞു നമുക്കിവിടെ സ്റ്റോപ്പ് ചെയ്യാം, കാരണം പുള്ളിക്ക് ഒരു ഫാമിലി ലൈഫ് വരുവാണ്, പിന്നെയും നമ്മളവിടെ കെട്ടിക്കിടക്കേണ്ട ആവശ്യമില്ല. അപ്പം അതുകൊണ്ട് ഞാനും പുള്ളിയും കൂടെ ഒന്നിച്ച് തീരുമാനം എടുത്ത് ഞങ്ങൾ സെപ്പറേറ്റ് ആയതാണ്. വേറൊരു ജാസി ആഷി എന്ന രീതിയിലേക്ക് പോകാൻ ആഗ്രഹിച്ചില്ല? അതായത് എനിക്ക് മറ്റൊരുത്തന്റെ ലൈഫിൽ ഒരു എന്താ പറയാ, ഇങ്ങനെ ലൈക്ക് എനിക്ക് ഇന്നാളെ തന്നെ വേണം, എന്ത് ഭൂകമ്പം ഉണ്ടായാലും എനിക്ക് വേണം, അങ്ങനെയല്ല. നമ്മൾ ലൈക്ക് ഒരാളെ സ്നേഹിക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ കൂടി കൺസിഡർ ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു
ഐഡിയോളജി ഐഡിയോളജി. നല്ലൊരു തീരുമാനമാണ്. താങ്ക് യു. ഇനിയിപ്പോ എങ്ങനെ മുന്നോട്ട് പോകും? ഒരു ലൈഫ് പാർട്ണർ ഇനിയും അന്വേഷിക്കുന്നുണ്ടോ? ആക്ച്വലി ഞാനിപ്പോൾ ലൈഫ് പാർട്ണർ എന്തായാലും നോക്കുന്നില്ല. കാരണം ഇപ്പം നമുക്ക് കുറേ കാര്യങ്ങൾ കാണാൻ പറ്റും, ചുറ്റുപാടൊക്കെ തന്നെ കാണാൻ പറ്റും. ഇപ്പം എല്ലാ ബന്ധങ്ങളും കാണാൻ തന്നെ ഇപ്പോൾ അതായത് എൻ്റെ ഒരു സെക്ഷൽ ഓറിയൻറ്റേഷനിൽ അല്ലെങ്കിൽ കൂടെ ഇപ്പോൾ ഒരു ആണ് പെണ്ണിലായാലും കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഒരു കാലത്ത്. അപ്പോൾ എനിക്ക് ആക്ച്വലി ഒറ്റയ്ക്ക് ജീവിക്കുക എന്നുള്ളത് എൻ്റെ ഇപ്പോഴത്തെ ഒരു ഇഷ്ടം. നാളെ എനിക്ക് അറിയില്ല എങ്ങനെയാണെന്നുള്ളത്. നാളെ എന്നെ അക്സെപ്റ്റ് ചെയ്യുന്ന, എന്നെ മനസ്സിലാക്കുന്ന ഒരാൾ വന്നാൽ ഒരു പക്ഷേ ഞാൻ യെസ് പറയാം. ഓക്കെ ഫൈൻ. ഇനിയിപ്പോൾ ബാക്ക് ടു മേക്കപ്പ് ആർട്ടിസ്റ്റ് ലൈഫിലേക്ക് വരികയാണെങ്കിൽ ഒരു അച്ചീവ് മൊമെന്റ് ലൈഫിൽ ഉണ്ടായിട്ടുണ്ടോ? ഞാൻ ആക്ച്വലി ഫീൽഡിൽ പറയുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞില്ല, ബാംഗ്ലൂർ വർക്ക് ചെയ്യുമ്പോൾ കുറേ ഫോട്ടോഗ്രാഫേഴ്സിനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സെയിം ടൈം ഞാൻ ആക്ച്വലി കേരളത്തിലെയും കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, തമിഴ്നാട്, പിന്നെ ബോളിവുഡ് ഫോട്ടോഗ്രാഫേഴ്സിനോട് ഞാൻ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് മേക്കപ്പിന് കുന്തവും അറിയില്ല. പക്ഷെ അപ്പോഴും ഞാൻ കുറേ ആൾക്കാർക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഫേമസ് ആയിട്ടുള്ള കുറേ ഫോട്ടോഗ്രാഫേഴ്സ് ഞാൻ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ത്രൂ ഫേസ്ബുക്ക്. അങ്ങനെ കോൺടാക്ട് ചെയ്തിട്ടുള്ള ഒരാളാണ് നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ഒരു സെലിബ്രിറ്റി ഫോട്ടോഗ്രാഫർ മിസ്റ്റർ ഡബ്ബു രത്നാനി സാർ. അപ്പൊ 2018 ആണെന്ന് തോന്നുന്നു ഞാൻ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ പുള്ളിയുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ലൈക്ക് പെട്ടെന്ന് റിപ്ലൈസ് ഒന്നും വരില്ല, അവർ അത്രയും വലിയ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരല്ലേ. അപ്പൊ എനിക്ക് ഇവിടെ നാട്ടിൽ വന്ന് ഞാൻ കുറച്ച് എസ്റ്റാബ്ലിഷ്ഡ് ആയി കഴിഞ്ഞിട്ട് എനിക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി. അത് കിട്ടിയത് നമ്മുടെ ഒരു മൂവി ഡയറക്ടർ ഉണ്ട്, ഷാൻ കെ ചെരി എന്ന് പറഞ്ഞിട്ട്. പുള്ളി ഇങ്ങനെ ഇതുപോലെ ആഡ്സ് ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ ഒരു വലിയൊരു ബ്രാൻഡിന്റെ ഒരു ലോഞ്ചിന് വേണ്ടിയിട്ട് പുള്ളിയാണ് ഫോട്ടോഗ്രാഫറായിട്ട് വരുന്നത്. അതിൻ്റെ ഒരു മോഡൽ ഷൂട്ടായിരുന്നു. അപ്പൊ ആക്ട്രസ് അപർണദാസ് ആയിരുന്നു അതിന്റെ മോഡല്, പുള്ളിയായിരുന്നു ഫോട്ടോഗ്രാഫർ, ഡബിൾ സ്റ്റാർ ആയിരുന്നു ഫോട്ടോഗ്രാഫർ. ആ പുള്ളിനോട് സംസാരിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് മേക്കപ്പ് ആർട്ടിസ്റ്റിനെ ബോംബെയിൽ നിന്ന് കൊണ്ടുവരാം എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു സംസാരം. അന്ന് ബോംബെയിലെ മേക്കപ്പ് ആർട്ടിസ്റ്റാണ് പുലികൾ എന്നൊരു ചിന്താഗതി ഉണ്ടായിരുന്നു. അപ്പൊ എനിക്കും ആക്ച്വലി ഞാൻ ഈ സംഭവം പ്രതീക്ഷിക്കുന്നില്ല, ഇത് എന്റെ കോർട്ടിൽ വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കണില്ല. ഇപ്പോൾ ഞാൻ കേട്ടായിരുന്നു ഷൂട്ട് നടക്കാൻ വേണ്ടി ഇപ്പോൾ ഭയങ്കര വലിയ ഷൂട്ടാണെന്ന് കേട്ടായിരുന്നു. പക്ഷേ ലൈക്ക് ഇവിടെ കൊച്ചിയിലാണ് ഷൂട്ട് എന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരനാണ് കോർഡിനേറ്റ് ചെയ്യണം. പുള്ളിക്കാരൻ എനിക്ക് കണ്ട് പരിചയം പോലും ഇല്ല, ഈ ഷാൻചേട്ടനെ. അപ്പോൾ ഒരു ദിവസം ഷാൻചേട്ടൻ കോൺടാക്ട് ചെയ്തിട്ട് പറഞ്ഞു, ടോണി ഇങ്ങനെ ഒരു ഷൂട്ട് ഉണ്ട്, ചെയ്യാമോ? ഞാൻ പറഞ്ഞ ആ ചേട്ടാ എന്നെയാണ് വിളിച്ചതെന്ന് ചോദിച്ചത്. അപ്പോൾ പുള്ളി പറഞ്ഞു, ഞാൻ വിളിച്ചത് തന്നെ തന്നെയാണ്, ഞാൻ എപ്പോഴും കാണാറുണ്ട്, വർക്കുകളൊക്കെ കാണാറുണ്ട്, എനിക്കിഷ്ടമാണ് എൻ്റെ വർക്കുകൾ, അപ്പോൾ താൻ തന്നെ ചെയ്യണം, ഇന്ന ഫോട്ടോഗ്രാഫറാണ് വന്നത്. അപ്പോൾ ഞാൻ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പുള്ളിയോട് പറഞ്ഞില്ല അത്. പക്ഷേ എന്നെ മാറ്റാൻ വേണ്ടി കുറേ കളികളൊക്കെ നടന്നായിരുന്നു ബാക്കിൽ, അതൊന്നും പറയണ്ട. പക്ഷേ എങ്ങനെയൊക്കെയോ അത് എൻ്റെ മേത്ത് എഴുതിയേക്കണ കൊണ്ടിട്ട് എൻ്റെ കയ്യിൽ തന്നെ വന്നു. അപ്പോൾ പുള്ളിനെ ഫസ്റ്റ് ടൈം ഞാൻ മീറ്റ് ചെയ്യുമ്പോൾ പുള്ളി അവിടെ വന്നിട്ട് സ്റ്റുഡിയോയിൽ വന്നു കഴിഞ്ഞിട്ട് പുള്ളി ആദ്യം വരുന്നത് എന്നെയും പിന്നെ എന്താ പറയുക അതിൻ്റെ കോസ്റ്റ്യൂമറേയും മോഡലിനെയൊക്കെ കാണാനായിട്ട് വന്നത്. അപ്പോൾ പുള്ളി ഇങ്ങനെ വന്നിട്ട് പുള്ളി ആ മോഡലിനെ പിടിച്ച് നിർത്തിയിട്ട് പുള്ളി പറയുവാണ്, മുടി ഓക്കെ, ഐബ്രോസ് ഓക്കെ, ഐസ് ഓക്കെ, ലിപ്സ് ഓക്കെ, ഫേസ് ഓക്കെ, കോസ്റ്റ്യൂംസ് ഓക്കെ. അങ്ങനെ പുള്ളിനെ മാർക്കറ്റ് പോവുക. അപ്പോൾ ഞാൻ ഓർത്ത് പുള്ളി എന്തായി കാണിക്കുന്നത്, ഇപ്പോൾ ചീത്ത പറയുമായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ പുള്ളി ഭയങ്കര ഹാപ്പി ആയിരുന്നു മേക്കപ്പിൽ. എന്നിട്ട് പുള്ളി ഓരോ പ്രാവശ്യം ഫോട്ടോസ് എടുക്കുമ്പോഴും പുള്ളി എന്നെയും കൂടി വിളിച്ച് കാണിക്കും, ഇങ്ങനെ ടോണി ഓക്കെ ആണോ എന്ന് കാണിക്കും. പക്ഷെ അങ്ങനത്തെ ഒരു സാധനം നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടില്ല, കൊച്ചിയിൽ കിട്ടിയിട്ടില്ല. അത് പുറത്തുനിന്ന് ഉള്ളൂ. കാരണം ഇവിടെ ഞാൻ ഒരുപാട് ലീഡിങ് ആയിട്ടുള്ള ആൾക്കാരോട് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും അവരെന്ന് വെച്ചാൽ ഭയങ്കര ഒരു എന്താ പറയുക, ലൈക്ക് അവര് ഞാനാണ് ഓൾ ഇൻ ഓൾ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലാണ് വർക്ക് ചെയ്യുന്ന ആൾക്കാർ. കൂടെ വർക്ക് ചെയ്യുന്ന കോസ്റ്റ്യൂമർക്കോ ഈവൻ എന്താ പറയുക ഇപ്പം എൻ്റെ പോലത്തെ ജോലി ചെയ്യുന്ന ആൾക്കാർക്കോ ഒന്നും അവിടെ റോളില്ല. നമ്മളൊക്കെ മാറി ഒരു മുറിയിലിരിക്കുക, അവർ കാര്യങ്ങൾ തീരുമാനിക്കും, അവർ ഷൂട്ട് ചെയ്യും, അവർക്ക് ഇഷ്ടമാണെങ്കിൽ അത് കാണിക്കും, അങ്ങനെയൊക്കെയാണ്. പക്ഷെ പുള്ളി വന്നപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്, ഓ ഇങ്ങനെയും വർക്ക് ചെയ്യാം. കാരണം കൂടെ ഇരിക്കുന്ന ആൾക്കാരോട് നമുക്ക് ഒപ്പീനിയൻസ് ചോദിക്കാം. അതെ, ഒരു ഒപ്പീനിയൻ, ഒരു കൂട്ടായ ഒരു പ്രവർത്തനമാണല്ലോ. എല്ലാവരും വിളിക്കും, അപർണനെ വിളിക്കും, ഹാനെ വിളിക്കും, എന്നെ വിളിക്കും. ഈ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ലൈഫിലെ ഏറ്റവും ചലഞ്ചിങ് ആയിട്ട് തോന്നിയ ഒരു മൊമെന്റ്? അതായത് ഓരോ പ്രാവശ്യം ബ്രൈഡ് ചെയ്യുമ്പോഴും അതൊരു ഈ പറഞ്ഞ സാധനം തന്നെയാണ്, ചാലഞ്ചിങ് തന്നെയാണ്. കാരണം നമ്മൾ ആദ്യമായിട്ട് കാണുന്ന ഒരാള്, അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ഒരാൾക്ക് അത് ഇത്രയും ഒരു എക്സ്പോഷർ ഇല്ലാത്ത ഒരാൾക്ക് മേക്കപ്പ് ചെയ്യുന്നത് എപ്പോഴും ചാലഞ്ചിങ് തന്നെയാണ്. അപ്പോൾ ഞാൻ ചെയ്യുന്ന ഓരോ ബ്രൈഡും എനിക്ക് ഈ പറഞ്ഞ പോലെ ചാലഞ്ചിങ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ബ്രൈഡൽ മേക്കപ്പിന് ഒരു ആള് ടോണിയുടെ അടുത്തേക്ക് വരുമ്പോൾ ടോണി എന്തൊക്കെ കാര്യങ്ങളാണ് അവരോട് പറയാറുള്ളത്? അതായത് എത്ര ടൈം മുതൽ നമ്മൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം? ഞാൻ ബുക്കിംഗ് മുതൽ ഞാൻ അവരോട് എപ്പോഴും ഒരു കോൺടാക്റ്റിൽ ഉണ്ടാവാറുണ്ട്. ഞങ്ങൾ എപ്പോഴും ഓരോ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും. ഇവിടെ ഷോപ്പിംഗ് കാര്യങ്ങളാണെങ്കിലും എന്താണെങ്കിലും സ്കിൻ കെയർ ആണെങ്കിലും നമ്മൾ എപ്പോഴും ടച്ചിലാണ് അവരായിട്ട്. അപ്പോൾ ഒരു 2 months മുമ്പ് തൊട്ട് നമ്മൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം. എന്നെ 1 year മുന്നേ ബുക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട്. ഒരു വെഡിങ്, ഒരു ബ്രൈഡലിന് എത്ര ടൈം മുതൽ നമ്മളൊരു പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങണം? ശരിക്കും ഒരു 6 മാസം മുന്നേക്ക് നമ്മൾ പ്രിപ്പറേഷൻ തുടങ്ങണം എന്നാണ്. ഓക്കെ, എന്തൊക്കെ കാര്യങ്ങൾ? നമ്മൾ കുറേ കാര്യങ്ങൾ, സ്കിന്നിന്റെ കാര്യങ്ങൾ, ഇപ്പോൾ എല്ലാവരും പറയും ഫേഷ്യൽ ചെയ്യണം, അത് ഫേഷ്യൽ ഒന്നല്ല, നമ്മൾ എക്സ്റ്റേണൽ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഓക്കെ, എക്സ്റ്റേണൽ കൂടാണ് മറ്റേ ഇന്റേണൽ ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. ലൈക്ക് വൈറ്റമിൻസ് എടുക്കുക,
ഓക്കെ. വെള്ളം കുടിക്കുക, ഫ്രൂട്ട്സ് കഴിക്കുക, ഉറക്കം ശരിയാക്കുക, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൾക്കാർക്ക് അറിയാൻ വേണ്ടി ഞാൻ ചോദിക്കാം, എന്തൊക്കെ വൈറ്റമിൻസ് ആണ് സാധാരണ? വൈറ്റമിൻസ് ഒന്നും ഞാൻ പറയാൻ പാടില്ല ആക്ച്വലി. അത് ഓക്കെ. ഞാൻ നോർമലി ചെയ്യാറുള്ളത്, എനിക്ക് പരിചയമുള്ള ഒരു ഡോക്ടേഴ്സ് ഉണ്ട്, ഓരോരുത്തരുടെ ആവശ്യാനുസരണം നമുക്ക് വൈറ്റമിൻസ്. ഓക്കെ, ദാറ്റ്സ് ഗുഡ്. ചില ആൾക്കാരുണ്ട്, അതായത് മോളെ അത് കഴിച്ചോളൂ, ഇത് കഴിച്ചോളൂ, ഭയങ്കര പ്രിപ്പറേഷൻസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ മെയിൽസിന്റെ കാര്യത്തിലാണെങ്കിൽ കല്യാണം തലേദിവസം പോയിട്ട് അല്ലെങ്കിൽ അന്ന് രാവിലെ പോയിട്ട് ഫേഷ്യൽ ചെയ്ത് ഗ്രൂപ്പ് ഡ്രസ് ചെയ്ത് പോകുന്ന ഒരു പരിപാടിയാണ് സാധാരണ കാണുന്നത്. ഏറ്റവും കൂടുതൽ മേക്കപ്പ് വരുന്നത് ബ്രൈഡിന്റെ സൈഡിലും ഗ്രൂമിന്റെ സൈഡിലും മേക്കപ്പ് തീരെ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാനായിട്ട്. ചില ആൾക്കാർ മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര കോമഡി ആയിട്ട്. അപ്പൊ മെയിൽസിന്റെ കാര്യത്തിൽ ഈ മേക്കപ്പ് വരുമ്പോ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? മെയിൽസിന്റെ കാര്യത്തിൽ ആക്ച്വലി അത് ഏറ്റവും എന്താ പറയാ, ഏറ്റവും പാടായിട്ടുള്ള ഒരു മേക്കപ്പാണ് ഒരു ആണിന് പോയിട്ട് മേക്കപ്പ് ചെയ്യാന്നുള്ളത്. ഓക്കെ. അപ്പൊ അതെന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ മേക്കപ്പ് ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല. കാരണം പൊതുവെ മേക്കപ്പ് യൂസ് ചെയ്യാത്ത ആൾക്കാരായിരിക്കും. അപ്പൊ മേക്കപ്പ് യൂസ് ചെയ്യാത്ത ഒരാൾക്ക് നമ്മൾ മേക്കപ്പ് ഇടുമ്പോൾ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കുറെ ടൈം എടുക്കും. ഓക്കെ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഒരാള് എപ്പോഴും ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. എപ്പോഴും ചെയ്യുന്ന കാര്യങ്ങളിൽ നമ്മൾ മാറ്റി ഒരു കാര്യം ചെയ്യുമ്പോൾ അത് അവർക്ക് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, ഉൾക്കൊള്ളാൻ പറ്റില്ല. ഹെയർ സ്റ്റൈൽ ആണെങ്കിലും മേക്കപ്പ് ആണെങ്കിലും ആ ഒരു ലുക്ക് ആണെങ്കിലും അന്നിടുന്ന ഡ്രസ് ആണെങ്കിലും അവർക്ക് എന്തോ ഒരു വലിയ സാധനം വെച്ച് കെട്ടിയ ഫീലൊക്കെ ആയിരിക്കും. അപ്പൊ അവരെ പറഞ്ഞ് മനസ്സിലാക്കാനും പിന്നെ അവരെ ആ ഒരു ട്രാക്കിലേക്ക് എത്തിക്കാനും കുറെ ടൈം എടുക്കും. പെണ്ണുങ്ങൾ പ്രശ്നമല്ല, അവരെ ഏത് രീതിയിലും ആ ഒരു ഡേ അവര് പ്രിപ്പയർഡ് ആണ്. എന്താണെങ്കിലും ചെയ്തു എന്നെ ലോകത്തിൽ ഏറ്റവും ഒരു സുന്ദരി ആക്കണം എന്നൊരൊറ്റ ഇത് മാത്രമേ ഉള്ളൂ. എല്ലാരും അല്ല, ചിലവര്. ഓക്കെ. ഞാൻ വേറെ കാര്യം ചോദിക്കാം, ഇപ്പൊ താങ്കൾ ഒരു സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്, പക്ഷെ ഇപ്പൊ പ്രൊഫൈൽ നോക്കുമ്പോൾ കൂടുതലും ബ്രൈഡൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് വർക്കുകളാണ് കാണുന്നത്. എന്തുകൊണ്ടാണ് സെലിബ്രിറ്റിയിൽ നിന്ന് സ്വിച്ച് ചെയ്യാനുള്ള റീസൺ? സെലിബ്രിറ്റിയിൽ നിന്ന് സ്വിച്ച് ചെയ്യാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒന്നാമത്തെ കാര്യം ഇൻകം ആണ് മെയിൻ. നമ്മൾ വർക്ക് ചെയ്യുന്നതിനാണ് പൈസക്ക് വേണ്ടിയിട്ടാണ്. ഇവിടെ ഇപ്പൊ കണ്ടുവരുന്നൊരു ട്രെൻഡിങ് പ്രവണത എന്ന് പറയുന്നത് ലൈക്ക് എന്താ പറയാ, ഫ്രീ കൊളാബറേഷൻസ് ആണ്. ജസ്റ്റ് കൊളാബറേഷൻസ്. നമ്മുടെ കയ്യിൽ നിന്ന് കാശ് മുടക്കി പോവുക, അവർക്ക് മേക്കപ്പ് ചെയ്യുക, തിരിച്ചു വരിക. അപ്പൊ ഈ കൊളാബറേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഇവർക്കൊരു പ്രൊഫൈൽ ബിൽഡ് ചെയ്യാൻ കൂടി വേണ്ടിയിട്ടാണല്ലോ? പ്രൊഫൈൽ ബിൽഡ് ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് ഇതിന്റെ ആവശ്യമില്ല. എനിക്ക് ഇനി വേണ്ടത് ഇൻകം ആണ്. അപ്പൊ എത്ര സെലിബ്രിറ്റീസിന്റെ? ഞാൻ ഓൾമോസ്റ്റ് എല്ലാവരുടെയും കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ശോഭന മാം മുതൽ ഞാൻ ദീപ്തി സതി, പ്രയാഗ മാർട്ടിൻ, ഓൾമോസ്റ്റ് എല്ലാ സെലിബ്രിറ്റീസിനും. ഇപ്പൊ റീസെന്റ് ഒരു സെലിബ്രിറ്റിയുടെ വെഡിങ് ഷാദിപ്പിലൊക്കെ ഒരു 2 years ഒക്കെ ആയിട്ടുണ്ട്. ആക്ട്രസ് റിബ മോണിക്ക. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഇത്രയും സെലിബ്രിറ്റീസിന്റെ കൂടെ മേക്കപ്പ് ചെയ്തിട്ട് അവർക്ക് വർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഏറ്റവും അല്ലെങ്കിൽ ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ഒരു സെലിബ്രിറ്റി ആരാണ്? എന്നെ ഇപ്പൊ ഒരാള് വർക്കിന് വിളിക്കുവാണെങ്കിൽ ഞാൻ അവിടെ ചെല്ലും, വർക്ക് ചെയ്യും, തിരിച്ചു പോരും. ആക്ച്വലി എന്റെ ഫോൺ നോക്കുമ്പോൾ എല്ലാവരുടെയും കോൺടാക്ട് ഉണ്ട്, പക്ഷെ ഞാൻ ആരും അങ്ങോട്ട് കോൺടാക്ട് ചെയ്യാറില്ല. ഓക്കെ. ഞാൻ മോളെ എന്നെ വിളിക്കോ, മോളെ വർക്ക് ഉണ്ടോ എന്ന് ആരോടും ചോദിക്കാറില്ല. എനിക്ക് അതിന്റെ ആവശ്യമില്ല. അവർക്ക് ഇഷ്ടപ്പെട്ട നാളെ വിളിക്കണേ വിളിച്ചാൽ വിളിക്കുക, അല്ലെങ്കിൽ വിളിക്കണ്ട. സോ സിമ്പിൾ. ഏറ്റവും അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇവരുടെ കൂടെ വർക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ കുറച്ച് അഹങ്കാരം, ജാട, അങ്ങനെ എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? അതായത് നമ്മൾ കാണുന്ന ആൾക്കാരല്ല ആക്ച്വലി ഇവര്. പലരും നമ്മുടെ ഫ്രണ്ട്ലി വരുമ്പോൾ നമ്മളിങ്ങനെ മറ്റേ മൂവിയിൽ കാണുമ്പോഴും പിന്നെ ഇതേപോലുള്ള ടോക്ക് ഷോസിലൊക്കെ കാണുമ്പോൾ ഭയങ്കര ഫ്രണ്ട്ലി. പക്ഷെ അവര് ആക്ച്വലി അതായത് എന്നെ പോലുള്ള ആർട്ടിസ്റ്റുകളുടെ അടുത്ത് വരുമ്പോൾ അവരുടെ ക്യാരക്ടേഴ്സ് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഓക്കെ. വേറൊരു രീതിയാണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റണം എന്നില്ല അത്. ഓക്കെ. എന്ത് രീതിയിൽ അവര് ആറ്റിറ്റ്യൂഡ്, അതായത് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഒരു എന്താ പറയാ, സ്ലേവറി പോലുള്ള സംഭവങ്ങളൊക്കെയാണ്. ലൈക്ക് നമ്മളിങ്ങനെ അവരുടെ താണുകൾ നിൽക്കണം എന്നൊക്കെയുള്ള ഒരു സംഭവം എക്സ്പെക്ട് ചെയ്യുന്നത്. അവര് പറയുന്ന പോലെ അല്ലെങ്കിൽ സിമ്പിൾ ഒരു കാര്യം പറയാം, ഇപ്പൊ ഗേ അല്ലാത്ത ഒരാള് ഗേ ആയിട്ട് ആക്ട് എങ്ങനെ ഇരിക്കും? ഓക്കെ. ഭയങ്കര ബോറായിരിക്കും. അതാണ്. ഓക്കെ, ഫൈൻ. പക്ഷേ നമ്മൾ കൂടുതലും സെലിബ്രിറ്റീസിന്റെ മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ ഒന്നെങ്കിൽ ട്രാൻസ് അല്ലെങ്കിൽ താങ്കളെ പോലുള്ള LGBTQ+ അല്ലെങ്കിൽ ക്യൂർ പേഴ്സൺസ് ആണ് കൂടുതലും അവരുടെ ഒരു സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ട് വെക്കുന്നത്. അപ്പൊ അവര് ചില ഇന്റർവ്യൂസിൽ ഞാൻ കണ്ടിട്ടുണ്ട്. പേഴ്സണൽ ഞാൻ ചോദിക്കുമ്പോൾ പറയുന്നത് ഇത്രത്തോളം സെക്യൂരിറ്റി വേറെ അവിടെ നിന്ന് കിട്ടും ആയിരിക്കും. അപ്പൊ അതിനെ പറ്റി എന്താണ് താങ്കൾക്ക് ഒരു കമന്റ്? ഇപ്പൊ എന്നെ ചോദിക്കുവാണെങ്കിൽ ഞാൻ പറഞ്ഞില്ല, ഞാൻ ആക്ച്വലി കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്റെ സ്കില്ലിനാണ്. ഓക്കെ. എന്റെ സ്കില്ല് കണ്ടിട്ട് എന്നെ വേണ്ടവർ എന്നെ വിളിച്ചാൽ മതി. അല്ലാണ്ട് ഒരു സെക്യൂരിറ്റിക്ക് പോകാൻ എനിക്ക് വയ്യ. ഓക്കെ. എല്ലാവർക്കും വെച്ചിട്ടുള്ള വർക്ക് ഉണ്ട്. ആ വർക്ക് കണ്ട് നിങ്ങൾക്ക് എന്നെ ഓക്കെ ആണ്, നിങ്ങൾക്ക് എന്റെ സർവീസ് വേണം എന്നെങ്കിൽ കോൺടാക്ട് ചെയ്യാം. അല്ലാണ്ട് നിങ്ങളുടെ വീട്ടു ജോലി ചെയ്യാനും എന്താ പറയാ, നിങ്ങൾക്ക് സെക്യൂരിറ്റി വരാനും എനിക്ക് പറ്റില്ല. ഞാനൊരു ഗേ ആണെങ്കിൽ പോലും ഞാൻ എനിക്ക് എന്റെ ഒരു വ്യക്തിത്വം ഉണ്ട്. അത് വിട്ടുള്ള ഒരു കാര്യം എനിക്ക് ഇഷ്ടമല്ല. ഇപ്പൊ രഞ്ജിമാർ പോലത്തെ പല മേക്കപ്പ് ആർട്ടിസ്റ്റുകളും പല രീതിയിൽ ട്രാൻസ്ഫോർമേഷൻസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അതിനെ പറ്റി എന്താണ് പറയാനുള്ളത്? അത് അവരുടെ പേഴ്സണൽ കാര്യം. ഓക്കെ. എന്തുകൊണ്ട് ടോണിക്ക് താല്പര്യമില്ല? ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു, എനിക്ക് എപ്പോഴും ടോണിയായിട്ട് ഇരിക്കാനാണ് ഇഷ്ടം. ഓക്കെ. അല്ലാതെ എനിക്ക് വേറൊരാളായിട്ട് മാറേണ്ട ആവശ്യമില്ല. ഓക്കെ.
എന്റെ ആൾക്കാർ ഇങ്ങനെ അക്സെപ്റ്റ് ചെയ്യാം. 2500 രൂപയ്ക്കൊക്കെ മേക്കപ്പ് ചെയ്ത് കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ അല്ലെങ്കിൽ ആഡ്സ് വരുന്നുണ്ട്. 2500 രൂപയ്ക്കൊക്കെ മേക്കപ്പ് എന്ന് പറഞ്ഞാല് ചെയ്യാൻ പറ്റുമോ? അതാണ് എന്റെ ചോദ്യം. എനിക്ക് ചെയ്യാൻ പറ്റൂല, പക്ഷെ ചെയ്യാൻ പറ്റും. എന്താ അപ്പൊ ടോണി എത്രയാണ് ചാർജ് ചെയ്യുന്നത്? എന്റെ ചാർജ് ഞാൻ ആക്ച്വലി ഒരു 45+ ആണ് ഞാൻ ചാർജ് ചെയ്യുന്നത്. ഇത് കാണുന്നവരുടെ ഒരു മാസം ചിലപ്പോൾ സാലറി ആയിരിക്കും താങ്കൾ ഈ പറഞ്ഞ. ഇല്ല, അവർക്ക് ആക്ച്വലി എന്താ പറയുക, ഒരു സാരിക്ക് ഇപ്പോൾ ഒരു 4 lakhs 5 lakhs സ്പെൻഡ് ചെയ്യാന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആ ഒരു ലുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ, ആ ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ 45K എക്സ്ട്രാ സ്പെൻഡ് ചെയ്യണമെങ്കിൽ കുഴപ്പമില്ല. എന്താണ് ഈ 45Kയിലുള്ളത്? ആക്ച്വലി ഞാനൊരു ടീമായിട്ട് വർക്ക് ചെയ്യുന്നത്. എൻ്റെ കൂടെ ടീമുണ്ട്, എൻ്റെ ഡ്രൈവർ ഉണ്ട്, എൻ്റെ ഫോട്ടോഗ്രാഫർ ഉണ്ട്, എൻ്റെ സാരി ഡ്രൈപ്പിസ്റ്റ് ഉണ്ട്, ഞാനുണ്ട്, എൻ്റെ അസിസ്റ്റന്റ് ഉണ്ട്. 5 പേരായിട്ടുള്ള ഒരു ടീമാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്. എല്ലാവർക്കും പേ ചെയ്യണം, അത് എക്സ്പെൻസീവ് ആണ്. പിന്നെ 2500ന്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. എൻ്റെ ഒരു ബ്രൈഡ് എൻ്റെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചെയ്തൊരു കുട്ടിയാണ്. അപ്പൊ ആ പെൺകുട്ടിയുടെ കുഴപ്പമെന്ന് പറഞ്ഞാൽ സ്കിൻ ഭയങ്കര ഹൈപ്പർ പിഗ്മെന്റഡ് ആണ്, ഭയങ്കര ബ്ലാക്ക് ആണ്. അപ്പൊ ബോഡിയുടെ ടോണും ഫേസിന്റെ ടോണും എന്തായാലും ഡിഫറെന്റ് ആണ്. ഫേസ് ഇത്രയും ഭയങ്കര കറുത്തിട്ടുള്ളത്. അപ്പൊ ഇവരുടെ വെഡിങ്ങിന് തന്നെ ഓൾറെഡി ആ കുട്ടി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എൻഗേജ്മെന്റ് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അവരുടെ ഒരു ലൈക്ക് കസിൻ മേക്കപ്പ് പഠിച്ചിട്ടുണ്ട്, അപ്പൊ ആ ചേച്ചിനെ വിളിച്ചിട്ട് ചെയ്യാം എന്നാണ്, പുഷ്പവല്ലി ചേച്ചിനെ വിളിച്ചിട്ട് ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ ശരി. അപ്പൊ അത് കഴിഞ്ഞിട്ട് എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് ഈ പെണ്ണിനെ എപ്പോഴും വിളിക്കും, ടോണി എനിക്ക് ഇമ്മീഡിയറ്റ്ലി ടോണിനെ കാണണം. ഞാൻ പറഞ്ഞു ഞാൻ കാണാം. അപ്പൊ ഞങ്ങളൊരു കോഫി ഷോപ്പിൽ മീറ്റിംഗ് അറേഞ്ച് ചെയ്തപ്പോൾ ഇവർ പറയുവാണ് ഈ പറഞ്ഞ ചേച്ചി അവിടെ വന്ന് മേക്കപ്പ് നല്ല കൊളോക്കി. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് എന്റെ ഫോട്ടോ കാണിച്ചു തന്നു, വെള്ള പെയിന്റ് അടിച്ചിട്ട് അങ്ങനെ ഇരിക്കും സ്കിന്നില്, അതേപോലെ ആക്കി വെച്ചു. അത് ഈ പെണ്ണ് പറയുവാണ് എൻഗേജ്മെന്റിന് പോണതിന് മുന്നേ ആ പെണ്ണ് സോപ്പിട്ട് ഫേസ് വാഷ് ചെയ്തിട്ട് അതിന്റെ ഫ്രണ്ടിനെ കൊണ്ട് രണ്ടാമത് മേക്കപ്പ് ചെയ്യിച്ചിട്ടാണ് ഫംഗ്ഷന് പോയത്. അപ്പൊ അങ്ങനത്തെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ ഇപ്പൊ ഉണ്ട്, ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട്, പക്ഷെ ഒന്നും പുറത്തു വരുന്നില്ലെന്നേ ഉള്ളൂ. നമ്മൾ ഈ ഫീൽഡിൽ ആക്റ്റീവായിട്ട് നിൽക്കുമ്പോൾ നമ്മൾ കുറെ സ്റ്റോറികൾ കേൾക്കാം. ഇങ്ങനെ എന്റെ ഫ്രണ്ടിന്റെ ഒരു മാരേജ്, ബെസ്റ്റ് ഫ്രണ്ടിന്റെ ഒരു മാരേജിന് അവള് മേക്കപ്പ് ഇട്ട് വന്ന് കല്യാണത്തിന് നിൽക്കുമ്പോ ഞങ്ങളെ ബലാക്കെന്ന് വിളിച്ചോണ്ടിരുന്നത്. പുള്ളിക്കാരി ഒരു നിവൃത്തിയില്ല, വേറെ രക്ഷയില്ല, വെഡിങ് ചർച്ചിലാണ്, കയറുന്നു കിട്ടുന്നു പോരുന്നു. അപ്പൊ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കും നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? അതായത് നമ്മൾ മെയിൻ ആയിട്ട് മേക്കപ്പ് ചെയ്യുമ്പോൾ നോക്കേണ്ടത് സ്കിന്നിന്റെ അണ്ടർടോണും നോക്കി മേക്കപ്പ് ചെയ്യാന്നുള്ളതാണ്. പല ആൾക്കാരും അതായത് ഈ 2500 rupees ടീമൊക്കെ ചെയ്യുന്നത് 3 ഫൗണ്ടേഷൻസ് മേടിക്കും. 3 ഫൗണ്ടേഷൻ മേടിച്ചിട്ട് അവർ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കിരണിന് മേക്കപ്പ് ചെയ്യണമെങ്കിൽ കിരണിന്റെ സ്കിൻ ടോൺ ഉണ്ടാക്കി എടുക്കുക ചെയ്യണവര്. അപ്പൊ ഈ വാങ്ങുന്ന 3 ഫൗണ്ടേഷൻസിന്റെയും സ്കിന്നിന്റെ അണ്ടർടോൺ ഡിഫറെന്റ് ആയിരിക്കും. നമ്മൾ ഓരോ ഫൗണ്ടേഷനും ഓരോ സ്കിന്നിന്റെ അണ്ടർടോണിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സ്കിൻ ടോണും സ്കിൻ അണ്ടർടോണും ഡിഫറെന്റ് ആണ്. അപ്പൊ സ്കിൻ അണ്ടർടോൺ മനസ്സിലാക്കി ചെയ്യാന്നുള്ളതാണ്. അത് മനസ്സിലാക്കി ചെയ്യാത്തത് കൊണ്ടാണ് ഈ മറ്റേ വെള്ളം അടിച്ച് ലൈക്ക് ആഷ് പെയിന്റ് വീണ പോലെ ആവണത്. അപ്പൊ എങ്ങനെ നമുക്ക് സ്കിൻ അണ്ടർടോൺ മനസ്സിലാക്കാൻ പറ്റും? സ്കിൻ ടോൺ മനസ്സിലാക്കണം നമ്മുടെ വെയിൻ നോക്കിയിട്ടാണ് മനസ്സിലാക്കുന്നത്. വെയിൻ നോക്കിയിട്ട് സപ്പോസ് ഇപ്പൊ പച്ച വെയിൻ ആണെന്നുണ്ടെങ്കിൽ അത് വാം ടോൺ ആണ്. എന്റെ വെയിൻ നോക്കിയിട്ട് പറഞ്ഞേ ഗ്രീൻ ആണ്, ഗ്രീൻ വാം ടോൺ ആണ്. അപ്പോൾ പെട്ടെന്ന് എന്നെ പോലുള്ള ആൾക്കാർക്ക് മേക്കപ്പ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ യൂസ് ചെയ്യണം? നമ്മൾ മേക്കപ്പിന്റെ ഫസ്റ്റ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് CTM തന്നെയാണ്, ക്ലെൻസിങ് ടോണിങ് മോയ്സ്ചറൈസർ. അതാണ് എൻ്റെ ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത്. പിന്നെ സ്കിന്നിന്റെ ഒരു എന്താ പറയുക, ഇപ്പൊ ചിലവരുടെ ഓയിലി ആയിരിക്കാം, ചിലർ ഡ്രൈ ആയിരിക്കാം, ചിലർ സെൻസിറ്റീവ് ആയിരിക്കാം. ആ ഒരു സ്കിന്നിന്റെ ഒരു ക്യാരക്ടർ മനസ്സിലാക്കിയിട്ട് സ്കിൻ പ്രിപ്പ് ചെയ്യുക എന്നുള്ളതാണ്. സ്കിൻ പ്രിപ്പ് സ്കിന്നിന്റെ ഒരു ക്യാരക്ടർ മനസ്സിലാക്കിയിട്ടാണ് ചെയ്യണമെങ്കിൽ മേക്കപ്പ് ലോങ് ലാസ്റ്റിംഗ് ചെയ്യും. സപ്പോസ് ഇപ്പോൾ ഒരാളുടെ സ്കിൻ ഭയങ്കര ഓയിലി ആണെങ്കിൽ നമ്മൾ മാറ്റ് ആയിട്ടുള്ള മേക്കപ്പാണ് നമ്മൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ അത് ആക്ച്വലി കുറേ ലോങ് ലാസ്റ്റിംഗ് ചെയ്യും. ഇപ്പോൾ സെയിം നമ്മൾ ആ ക്യാരക്ടർ മനസ്സിലാക്കാണ്ട് ചെയ്യുമ്പോൾ ലൈക്ക് ഇപ്പോൾ നമ്മൾ എന്താ പറയുക CTM ചെയ്യുമ്പോൾ നമ്മൾ ക്ലെൻസിങ് ടോണിങ് മോയ്സ്ചറൈസർ ചെയ്യുമല്ലോ, ഈ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ലൈക്ക് ഒരു ഓയിൽ ബേസ്ഡ് ആണെന്നുണ്ടെങ്കിൽ മേക്കപ്പ് ലാസ്റ്റ് ചെയ്യില്ല. സ്കിൻ അപ്പോൾ നമ്മളെപ്പോഴും ഒരു ലൈക്ക് വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് യൂസ് ചെയ്യാന്നുള്ളതാണ്. CTM യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫൗണ്ടേഷൻ, CTM പിന്നെ സ്കിൻ പ്രിപ്പ്, അവരുടെ ലൈക്ക് എന്താ പറയുക സ്കിൻ അനുസരിച്ചുള്ള പ്രൈമർ, ഫൗണ്ടേഷൻസ്, പിന്നെ കളർ കറക്ഷൻ വേണമെങ്കിൽ കളർ കറക്ഷൻ ചെയ്യാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. പിന്നെയാണ് ഫൗണ്ടേഷൻ. ഫീമെയിൽസിന്റെ കാര്യത്തിലാണെങ്കിലും സെയിം തന്നെ. പ്രൊസീജിയേഴ്സ് എല്ലാം സെയിം തന്നെയാണ്. നമ്മളിപ്പോ കുറച്ച് നേരത്തെ സംസാരിച്ചത് ഈ 2500 രൂപയുടെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ. ഇപ്പൊ കൂടുതൽ ട്രെൻഡിങ് ആയിട്ട് വരുന്നത് വെഡിങ് ആൽബം അല്ലെങ്കിൽ വെഡിങ് ഗ്രൂം ആൻഡ് ബ്രൈഡിനേക്കാൾ ഉപരി ഈ മേക്കപ്പ് ചെയ്യുന്ന ചേച്ചി ഭക്ഷണം വായിൽ വെച്ച് കൊടുക്കുന്നു, അല്ലെങ്കിൽ താലോലിക്കുന്നു, ഉറക്കുന്നു, മേക്കപ്പ് നടക്കുന്നതിനിടയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ കൂടുതലും പുറത്തേക്ക് വരുന്നത്. അപ്പൊ അതിനെ പറ്റി താങ്കളുടെ വീഡിയോസിൽ ഞാൻ പ്രൊഫൈൽ നോക്കിയപ്പോൾ ഇതൊന്നും കാണാൻ സാധിച്ചില്ല.
എന്താണ് താങ്കൾ ആ ട്രെൻഡ് പിടിക്കാത്തത്? എനിക്ക് ഇഷ്ടമല്ല പേഴ്സണലി. അതായത് ഇപ്പോ ഞാൻ അതായത് ഇപ്പൊ എനിക്ക് വിശക്കുമ്പോൾ ഒരാൾ ഫുഡ് വാരി തന്നെ എനിക്ക് ഇഷ്ടമല്ല. ഓക്കെ. ഞാൻ വാരി കഴിക്കും അത്. എന്റെ വായിൽ ഒരാളുടെ വേറൊരു കൈവന് എനിക്ക് ഇഷ്ടമല്ല. അപ്പൊ ഞാൻ ആക്ച്വലി ആ ഒരു സംഭവം മറ്റുള്ളവരിലും കാണുന്നത്. കാരണം എല്ലാവർക്കും ലൈക്ക് കുറെ ഇഷ്ടങ്ങളുണ്ട്, ഇഷ്ടക്കേടുകളുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പോ എന്നെ ഒരാൾ വെഡിങ്ങിന് വിളിക്കുമ്പോൾ ഞാൻ ഒരു ആദ്യമായിട്ട് കാണുന്നത്, ഞാൻ ആദ്യമായിട്ട് കണ്ട് കുറച്ചു നേരം സംസാരിച്ചിട്ട് ഞാൻ ചോറ് വാരി കൊടുത്ത് അങ്ങനെ ഇരിക്കും. ഇഷ്ടപ്പെടില്ല അവർക്ക്. കുറെ പരിചയമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഓക്കെ. നമ്മൾ ആദ്യമായിട്ട് കാണുന്ന ഒരു പെൺകുട്ടിക്ക് നമ്മൾ ചോറ് വാരി കൊടുക്കേണ്ട കാര്യമില്ല. ഇപ്പൊ എന്നെ അവർ വിളിച്ചേക്കണെന്തിനാണ്? മേക്കപ്പ് ചെയ്യാനാണ്. എന്റെ ജോലി ഭംഗിയായിട്ട് ചെയ്യുക, കാശ് മേടിക്കുക, തിരിച്ചു വരിക. അവിടെ ഒരു ഡ്രാമയുടെ ആവശ്യമില്ല. ഇതൊക്കെ ഡ്രാമയാണെന്ന് പറയുന്നത് ഓഫ്കോഴ്സ് അല്ലേ. അപ്പൊ അതിനെ ട്രോൾ ചെയ്തുകൊണ്ട് പല ക്രിയേറ്റേഴ്സും പല വീഡിയോസും ചെയ്യുന്നുണ്ട്. അതിൽ വേറൊരു കാര്യമാണ് ഞാൻ ശ്രദ്ധിച്ചത്, ഫോട്ടോ എടുക്കാൻ വരുമ്പോ റെഡിയില്ല ഫോട്ടോഗ്രാഫേഴ്സിനെ ചിലപ്പോ അകത്തേക്ക് പോലും കയറ്റില്ല. അവരും പൈസ മേടിച്ചത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ടോണിയുടെ കാര്യത്തിൽ എങ്ങനെയാണ്? ഫോട്ടോഗ്രാഫേഴ്സിന് പ്രയോറിറ്റി കൊടുക്കുന്നുണ്ടോ? കൊടുക്കുന്നുണ്ട്. ഞാൻ ആക്ച്വലി ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു വെഡിങ്ങിന് ഒരാൾ ബുക്ക് ചെയ്യുമ്പോൾ എന്നോട് ഒരു ചോദിക്കും എത്ര മണിക്ക് റെഡി ആവണം. ഞാൻ ആക്ച്വലി 2 hours ഫോട്ടോഗ്രാഫിക്ക് ഇട്ടിട്ടാണ് ഞാൻ പറയാറുള്ളത്. എനിക്ക് ആക്ച്വലി 3 മണിക്കൂർ മതി. ഞാൻ പക്ഷെ അവരോട് 5 മണിക്കൂർ പറയാറുണ്ട്. അപ്പൊ 3 മണിക്കൂർ എന്റെ കാര്യങ്ങൾക്കും 3 മണിക്കൂർ ഞാൻ പറയുമ്പോൾ ലൈക്ക് ഹാഫ് ആൻ അവർ ഞാൻ കൂട്ടിയിട്ടേക്കുക. എനിക്ക് ലൈക്ക് ഒരു 2.5 hours മതി എന്റെ കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു വീഡിയോഗ്രാഫർ ഉള്ളത് കൊണ്ടിട്ട് ഞാൻ ഹാഫ് ആൻ അവർ എക്സ്ട്രാ ഇടുവാണ്. എന്നാലും 2 hours ഫോട്ടോഗ്രാഫേഴ്സിന് മോർ ദാൻ ഇനഫ് ഞാൻ കൊടുക്കാറുണ്ട്. ഞാൻ ടോട്ടൽ 5 മണിക്കൂർ ഇട്ടിട്ടാണ് ഞാൻ പറയാറ്. അങ്ങനെ കൊടുക്കണമെന്നാണോ ടോണി പറയുന്നത്? ഫോട്ടോഗ്രാഫേഴ്സിന് പ്രയോറിറ്റി കൊടുക്കണം. എന്നെ ആക്ച്വലി ബുക്ക് ചെയ്തേക്കണം മേക്കപ്പ് ചെയ്യാനാണ്. അതേപോലെ ബുക്ക് ചെയ്ത ആൾക്കാരാണ് ഫോട്ടോഗ്രാഫേഴ്സ്. നമ്മൾ അവർക്ക് ഒരു സ്പേസ് കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു. എപ്പോഴെങ്കിലും ഇങ്ങനെ മേക്കപ്പ് ചെയ്യാൻ പോയിട്ട് ഒരു കാര്യം മിസ്സായി പോയി, അല്ലെങ്കിൽ ചെയ്യാൻ മറന്നു, അല്ലെങ്കിൽ കൊണ്ടുവരാൻ മറന്ന ഒരു മൊമെന്റ് ഉണ്ടായിട്ടുണ്ടോ? ചില സമയത്ത് ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാനൊരു വർക്കിൽ ഫോക്കസ് ചെയ്യുമ്പോൾ ഫുള്ളി ആ വർക്കിൽ ഞാൻ ഫോക്കസ്ഡ് ആയിരിക്കും. അപ്പോൾ ഞാൻ ആക്ച്വലി എന്താ പറയാ 1, 2, 3 അങ്ങനെ സ്റ്റെപ്സ് ഞാൻ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. ഈ സ്റ്റെപ്സ് ഫോളോ അപ്പൊ ഞാൻ കൂടുതൽ സംസാരിക്കുമ്പോഴുള്ള പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ സ്റ്റെപ്സ് ഒക്കെ വിട്ടുപോകാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ ആക്ച്വലി ഞാൻ അങ്ങനെ എന്നോട് വല്ലതും ചോദിച്ചാലും ഞാൻ ഇങ്ങനെ മിണ്ടാണ്ടിരുന്ന മേക്കപ്പ് ചെയ്യും. അത് അത്യാവശ്യം മാത്രം സംസാരിച്ചിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ചെയ്യും. പക്ഷേ എന്താ പറയാ ചില പെണ്ണുങ്ങൾ വന്നിട്ട് കുറെ വർത്താനം പറയും. അപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ പറയും. അങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ ഫിക്സർ അടിക്കാൻ മറന്നു പോവാം. ചിലപ്പോ ഫിക്സിംഗ് സ്പ്രേ അടിക്കാൻ മറന്നു. അതൊരു ഇമ്പോർട്ടന്റ് തിങ് ആണ്. അപ്പൊ ഫിക്സ് അടിക്കാൻ മറന്നു പോയിട്ട് ഫോട്ടോഷൂട്ടിന് പോയി തിരിച്ചു വന്ന് പിന്നെ ടച്ചപ്പ് ചെയ്തിട്ട് ഫിക്സർ അടിച്ച കഥകളുണ്ട്. ഏറ്റവും ഫണ്ണിയസ്റ്റ് മൊമെന്റ് ഇൻ മേക്കപ്പ് ആർട്ടിസ്റ്റ് ലൈഫ്? അതായത് ഓരോ വീട്ടിൽ പോകുമ്പോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അങ്ങനെ ഒരു മൊമെന്റ് എടുത്ത് പറയുന്നില്ല, കുറെ ഉണ്ട്. ഓക്കെ, എന്നാൽ ഏറ്റവും ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു മൊമെന്റ് ഇൻ മേക്കപ്പ് ആർട്ടിസ്റ്റ് ലൈഫ്? ഡ്രാസ്റ്റിക് ആയിട്ടുള്ളത് നമുക്ക് ഈ മറ്റേ ഹിന്ദിക്കാര് ബ്രൈഡ്സിന് ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് പടം, നോർത്ത് ഇന്ത്യൻ ബ്രൈഡ്സിന് ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. എല്ലാവരും അല്ല, ചില ആൾക്കാരാ. എന്താണ് ആ ഡിഫിക്കൽട്ടി ഇൻ ദ സെൻസ് ലൈക്ക് അവരുടെ എക്സ്പെക്ടേഷൻസ് ഭയങ്കര ഹൈ ആയിരിക്കും. നമുക്കത് കൊടുക്കാൻ പറ്റും. പക്ഷെ അവർക്ക് ഇപ്പൊ അവരെന്നെ ബുക്ക് ചെയ്യുമ്പോൾ അവർക്ക് ആ ഒരു വിശ്വാസം ഉണ്ടാവില്ല. ഓക്കെ. അപ്പൊ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. വളരെ വേസ്റ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എന്താ പറയാ, ഫസ്റ്റ് വർക്ക് പുള്ളിക്കാരിയുടെ പ്രശ്നങ്ങൾ കൊണ്ട് വർക്ക് കൊളമായി. സെക്കൻഡ് വർക്ക് ഞാൻ പറഞ്ഞു ഇന്നൊരു അക്ഷരം മിണ്ടരുത്, ഇനി മിണ്ടുവാണെങ്കിൽ ഞാൻ ഇറങ്ങി പോകുന്നുള്ള രീതിയിൽ ഞാൻ സംസാരിച്ചു. ഞാൻ ഫസ്റ്റ് ടൈമാണ് സംസാരിക്കുന്നത്. അപ്പൊ പുള്ളിക്കാരുടെ ഫ്രണ്ട്സ് എല്ലാം വന്ന് കോംപ്രമൈസ് ചെയ്ത് പറഞ്ഞു, നീ ഇനി സംസാരിക്കാൻ നിൽക്കരുത്, ടോണി ടോണിയുടെ വർക്ക് ചെയ്തിട്ട് ടോണി ഇത്ര എക്സ്പീരിയൻസ് ഉള്ള ഒരാളല്ലേ, അപ്പൊ അതുകൊണ്ട് നീ സംസാരിക്കരുതെന്ന് പറഞ്ഞിട്ട് ഞാൻ വർക്ക് ചെയ്തു. നെക്സ്റ്റ് ഡേ ഈ പറഞ്ഞ ആൾക്കാരെല്ലാവരും കൂടി വന്നിട്ട് ആ റൂമിൽ വന്ന് ക്ലാപ്പ് ചെയ്തിട്ട് എന്നോട് പറഞ്ഞു, ടോണി യു ഡിഡ് ആൻ അമേസിംഗ് ജോബ് എന്ന് പറഞ്ഞിട്ട് അവർ കുറേ പേരിനെ വന്നിട്ട് അപ്രീഷിയേറ്റ് ചെയ്തു. ഓക്കെ, അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തൊരു ഡ്രാസ്റ്റിക് ആക്കിയതാണ് ആ പെണ്ണ്. അതെ, ലിപ്സ്റ്റിക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാൻസർ കോസിങ് ഏജന്റ് ഉണ്ട് എന്ന് ഇപ്പൊ റീസെന്റ് ഭയങ്കരമായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ സോഷ്യൽ മീഡിയസിൽ വളരെയധികം ന്യൂസുകൾ വരുന്നുണ്ട്. ചില ലേഡീസ് ആണെങ്കിൽ ലിപ്സ്റ്റിക് കട്ടിപ്പിച്ചിട്ട് അങ്ങ് ഇടും. ഈ ലിപ്സ്റ്റിക് വല്ലാതെ ബ്രൈറ്റ് ചെയ്തിട്ട് നല്ലതാണോ? ശരിക്കും ഈ കളേഴ്സ് കൂടുമ്പോൾ അതിലുള്ള മറ്റേ എന്താ പറയാ ഹാംഫുൾ കണ്ടന്റിന്റെ ഇത് കൂടും എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഓക്കെ, ലെഡ് മെർക്കുറി അങ്ങനെയുള്ള സാധനങ്ങളുടെ എനിക്ക് അതിനെപ്പറ്റി എനിക്ക് ആധികാരികമായിട്ട് സംസാരിക്കാൻ അറിയില്ല. പക്ഷെ താങ്കളുടെ അഭിപ്രായത്തിൽ ഭയങ്കര ഡാർക്ക് ഷെയ്ഡ് ഇടുന്നതാണ് നല്ലത്, അതോ ന്യൂഡ് ഷെയ്ഡ് പിടിക്കുന്നതാണ് നല്ലത്? അതായത് പലർക്കും പല ചോയ്സസ് ആണ്. ഇപ്പൊ ഞാനിപ്പോ ഈ വെഡിങ് മേക്കപ്പ് ചെയ്യാൻ പോകുമ്പോൾ പലർക്കും പല ടേസ്റ്റുകളാണ്. ഇവിടെ നമ്മൾ ആ ഒരു പർട്ടിക്കുലർ ലുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ രീതിയിൽ അഭിപ്രായങ്ങൾ പറഞ്ഞ് അവിടെ എപ്പോഴും ചെയ്യുന്ന കാര്യങ്ങൾ മാറ്റി വെക്കും എന്നല്ലാതെ, അതായത് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഓരോരുത്തരുടെ ചോയ്സസ് ആണ്. മേക്കപ്പ് നമ്മുടെ ചോയ്സ് ആണ്. ഇപ്പൊ ഞാനെങ്ങനെ മേക്കപ്പ് ചെയ്യും, നിങ്ങളെങ്ങനെ മേക്കപ്പ് ചെയ്യും, വേറെ വേറെ രീതിയിലായിരിക്കും. അപ്പൊ അതൊരു ആളുടെ. പക്ഷെ ഞാൻ ചോദിക്കാനുള്ള റീസൺ, ചില ആൾക്കാർക്ക് അത് സ്യൂട്ട് ആവില്ലല്ലോ. ചില ഇപ്പൊ ഒരു ബ്രൈഡ് പറയാണ് എനിക്ക് ഭയങ്കര ചെറിയ റെഡ് കളറാണ് എനിക്ക് വേണ്ടത്, പക്ഷെ താങ്കൾ അത് മേക്കപ്പ് ചെയ്ത് വന്നാൽ ചെറിയ റെഡ് ഇട്ടാൽ ചിലപ്പോൾ
മാച്ച് ആവില്ല ഇതില്ല ഞാൻ പറയാം ഒരിടത്ത്. പറയുന്നത്. അതാ എന്റെ ചോദ്യം അതാണ്. അപ്പൊ അവർക്ക് മാച്ച് ആവുന്ന ഒരു ഷെയ്ഡ് എങ്ങനെ ചൂസ് ചെയ്യാൻ പറ്റും? അത് ഞാൻ ഫസ്റ്റ് ഹാഫ് ലിപ്പ് എടുത്ത് വരച്ച് കാണിച്ചു കൊടുക്കും. ഉം. അപ്പൊ അവർക്ക് ഇഷ്ടപ്പെടില്ല. ഓക്കെ. കാരണം അവർ യൂസ് ചെയ്യുന്ന ഷെയ്ഡ് ഡിഫറെന്റ് ആണ്. അപ്പൊ ആ ഒരു പെർട്ടിക്കുലർ ഡേയിൽ അവർ മാറ്റിച്ച് ചെയ്യുമ്പോൾ അവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം എന്നില്ല. ഉം. പക്ഷെ നമ്മളുടെ ആ ഒരു ഡ്രസ്സും നമ്മുടെ ആ ഒരു ലുക്കുമായിട്ട് മാച്ചിങ് ആയിട്ട് പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ ഫോഴ്സ് ചെയ്യും കുറച്ച്. ഓക്കെ. എന്നിട്ട് പറയും ഈ ഒരു ഷെയ്ഡാണ് നല്ലത്, ഇതൊന്നും മാറ്റി ചെയ്യേണ്ട, ഇത് നിങ്ങൾ മാറ്റി ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ ഉത്തരവാദിത്തം അവരുടെ തല വെച്ച് കൊടുക്കും. വെച്ച് കൊടുക്കും. ഇപ്പോഴും നമ്മള് എത്രയൊക്കെ മാറി എന്ന് പറഞ്ഞാലും ചില വീട്ടുകാര് ഭയങ്കര ഫോഴ്സ്ഫുൾ, ഇങ്ങനെ മേക്കപ്പ് ചെയ്താൽ മതി, അങ്ങനെ മേക്കപ്പ് ചെയ്താൽ മതി എന്നൊക്കെ പറയല്ലോ. അപ്പോൾ ടോണിയുടെ മനസ്സിൽ ടോണിയോട് ചോദിക്കുന്നത് ഇത്രയേ ഉള്ളൂ, ഇപ്പോഴും മാറാത്ത ഒരു കാര്യം എന്താണ് മേക്കപ്പ് ഫീൽഡിൽ? ഒട്ടുമിക്ക ഫാമിലിയിൽ പോകുമ്പോൾ അങ്ങനെ പ്രശ്നങ്ങൾ എനിക്ക് അധികം ഉണ്ടായിട്ടില്ല. പക്ഷെ ഇപ്പോഴും എന്താ പറയുക, മേക്കപ്പിന്റെ ABCD അറിയാൻ പാടാത്ത ആൾക്കാരൊന്നും ഒപ്പീനിയൻ പറയുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ. അപ്പൊ അത് ഒരു പ്രശ്നമാണ്. ഇപ്പൊ മേക്കപ്പ് ചെയ്യുന്ന ആർട്ടിസ്റ്റുകളുടെ ഇടയിൽ ശരിയല്ല, തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് തോന്നിയിട്ടുണ്ട് എപ്പോഴെങ്കിലും? ശരിയായിട്ടുള്ള പ്രൊസീജിയർ അല്ല അവർ ചെയ്യുന്നത്. പേര് പറയണ്ട, അത് കുറെ ആൾക്കാർ അങ്ങനെ ചെയ്യണം. ഓക്കെ. അപ്പോ ഇത് കൊണ്ട് വല്ല പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്? പ്രശ്നങ്ങൾ ഉണ്ടാവില്ല, പക്ഷെ എന്താ പറയാ, അവർ ഉദ്ദേശിക്കുന്ന ഒരു ക്വാളിറ്റി കിട്ടില്ല അവർക്ക്. നമ്മൾ ഒരുപാട് നമ്മളൊരു വെഡിങ് മേക്കപ്പ് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട ലോങ് ലാസ്റ്റിംഗ് മേക്കപ്പ് ആണ്, ഒരു 15 hours ഒക്കെ ലാസ്റ്റ് ചെയ്യുന്ന മേക്കപ്പ് ആണ്. ഇപ്പൊ ഷൂട്ടൊക്കെ ആണെങ്കിൽ ഓക്കെ, ഷൂട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് പിന്നെ പോയി ചെയ്യാം. ഓക്കെ. പക്ഷെ വെഡിങ് അത് പറ്റില്ല. ഓക്കെ. അപ്പോൾ നമ്മൾക്ക് ചെയ്യുന്ന ജോലിനെ പറ്റി നമുക്കൊരു ബോധ്യമില്ല, പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ അറിയില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ ചെയ്യുന്ന ജോലി 100% കോളാകും. ഓക്കെ. അപ്പോൾ ഇപ്പോൾ ഷൂട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ വെഡിങ് എന്ന് പറയുമ്പോൾ വെഡിങ്ങിൽ നമുക്ക് എന്താ പറയുക, റീടേക്സ് ഇല്ല. അതെ. അപ്പോൾ വെഡിങ്ങിൽ അത് വരുമ്പോൾ നമുക്ക് എപ്പോഴും ലോങ് ലാസ്റ്റിംഗ് മേക്കപ്പിനാണ് കൂടുതൽ പ്രിഫറൻസ് കൊടുക്കേണ്ടത്. ഇപ്പൊ ഞാൻ ഇപ്പൊ ലിപ്സ്റ്റിക്കിന്റെ കാര്യം പറഞ്ഞു, അതൊരു ക്യാൻസർ കോസിങ് ഏജന്റ് ആണെന്ന് പറഞ്ഞു, അതിൽ കുറെ പ്രശ്നമുണ്ട്. നമ്മൾ ഒരുപാട് പ്രൊഡക്ട്സ് നമ്മളെ ഫേസിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലും ഈ ക്യാൻസർ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടോ? ഉണ്ടായിരിക്കും. നിങ്ങൾ അതിന്റെ ഒരു രാജാവാണല്ലോ. ഇത് ഞാൻ യൂസ് ചെയ്യുന്ന വെച്ചാൽ ഇപ്പൊ നമ്മൾ മാർക്കറ്റിൽ കിട്ടുന്ന ഫൗണ്ടേഷൻസ് ഒക്കെ സിലിക്കൺ ബേസ്ഡ് ഫൗണ്ടേഷൻസ് ആണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. അതാണ് ലോങ് ലാസ്റ്റിംഗ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ അതിൽ ചില കണ്ടന്റ്സ് ഉണ്ടായിരിക്കാം. ഞാൻ അത്ര ഡീറ്റെയിൽ ആയിട്ടാണ് പോയിട്ടില്ല അതിലോട്ട്. സേഫ് ആയിട്ട് നമുക്ക് ഏത് പ്രൊഡക്റ്റ് എടുക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ കുറെ പ്രൊഡക്ട്സ് കിട്ടുന്നുണ്ട്. ലൈക്ക് എന്താണ് പറയുന്നത്, വെജ്, പിന്നെ എന്താണ് ക്രൂവൽറ്റി ഫ്രീ, അങ്ങനെ കുറെ പ്രൊഡക്ട്സ് വരുന്നുണ്ട് ഫൗണ്ടേഷൻസ് ഒക്കെ ആണെങ്കിൽ. ഏത് ബ്രാൻഡാണ് ടോണി? എന്റെ പേഴ്സണലി എനിക്ക് പേഴ്സണലി യൂസ് ചെയ്യുന്ന K എന്നുള്ള ബ്യൂട്ടി ബ്രാൻഡാണ്. ഓക്കെ. എന്റെ പേഴ്സണലി. പക്ഷേ ഈ സാധനം നമുക്ക് എന്താ പറയാ, ഷൂട്ടിനോ ബ്രൈഡിനോ ചെയ്യാൻ പറ്റില്ല, ലോങ് ലാസ്റ്റിംഗ് അല്ല. ഇപ്പൊ ഞാൻ യൂസ് ചെയ്യുന്ന എല്ലാ പ്രൊഡക്ട്സും പുറത്തുനിന്ന് വരുന്നത് ഇമ്പോർട്ടഡ് ബ്രാൻഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. എസ്റ്റേ ലോഡർ, ഷാർലറ്റ് ടിൽബറി, അങ്ങനെ ഇന്റർനാഷണൽ ബ്രാൻഡ്സ് ആണ്. ചില മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ വർക്ക് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്, ഇത് ഇമ്പോർട്ടഡ് ആണ്, ഇത്ര റേറ്റ് ആണ്, ഇത് സാധ്യമാണ്. അപ്പോൾ രണ്ടിനും ഒരു ഉപയോഗം തന്നെയാണല്ലോ മേക്കപ്പ്. അപ്പൊ എന്താണ് ഈ റേറ്റ് വ്യത്യാസം വരാനുള്ള റീസൺ? ഞാൻ ആക്ച്വലി ഒരു കോഴ്സ് ചെയ്യാൻ വേണ്ടി ഡൽഹി പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ കോഴ്സ് ചെയ്യുമ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ ആക്ച്വലി ഹെയറിന്റെ കോഴ്സിനാണ് പോയത്. അപ്പൊ അവിടെ വേറെ കുറെ പിള്ളേർ ഇങ്ങനെ എന്താ പറയാ, അവരുടെ കോഴ്സ് കഴിഞ്ഞിട്ട് പ്രാക്ടീസ് ചെയ്യണ കാണാൻ പറ്റും. അതായത് അവർ യൂസ് ചെയ്യുന്ന ലോക്കൽ പ്രൊഡക്റ്റ് ആണ്. ലൈക്ക് മേബലിൻ ആണ്, കളർ ബാർ, ലാക്മി, അങ്ങനെയുള്ള പ്രൊഡക്റ്റ് ഇട്ടിട്ട് നല്ല കിഡിലൻ ഔട്ട് കിട്ടണ ഞാൻ കണ്ടിട്ടുണ്ട്. അതെ, ലാക്മി ലോക്കൽ പ്രൊഡക്റ്റ് ആണ്. ലോക്കൽ പ്രൊഡക്റ്റ് ആയിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ അതിട്ടിട്ട് നല്ല നമുക്കൊന്നും എന്താ പറയാ, മറ്റേ ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഔട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആക്ച്വലി നമ്മളുടെ യൂസ് ചെയ്യുന്ന ലൈക്ക് ഫൗണ്ടേഷൻ പ്രൊഡക്റ്റിലല്ല കാര്യമുള്ളത്, ടെക്നിക്സിലാണ് കാര്യം. ഓക്കെ, ഫൈൻ. ഇനിയിപ്പോ കമ്മിങ് ടു ദ LGBTQ+, ഇതിപ്പോ LGBTQ+++ എന്ന് പറഞ്ഞിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു റീസെന്റ് ഒരു 4-5 years ഉണ്ടാവും നമ്മുടെ നാട്ടിൽ LGBTQ+ എന്നൊരു പേര് വന്നിട്ടുണ്ടാവും. ടോണി അതിൽ ഒരു കമ്മ്യൂണിറ്റിയിലുണ്ടോ? LGBTQ+? ഞാൻ ഒരു കമ്മ്യൂണിറ്റിയിലും ഇല്ല. എന്തുകൊണ്ട്? എനിക്ക് താല്പര്യമില്ല. വൈ? കാരണം എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, എല്ലാവരും കൂടെ ഒന്നിച്ച് നിൽക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ LGBT ഇപ്പൊ T എന്നുള്ളൊരു കാറ്റഗറി മാത്രമാണ് കൂടുതൽ ആക്റ്റീവായിട്ട് നിൽക്കുന്നത്. ഇപ്പൊ L ഇല്ല, B ഇല്ല, G ഇല്ല. മനസ്സിലായി? ഇപ്പൊ G എന്നുള്ളൊരു കാറ്റഗറിനെ കാണുമ്പോഴേ പുച്ഛമാണ് ആൾക്കാർക്ക്. അതെങ്ങനെ ഫീൽ ചെയ്യാനുള്ള റീസൺ? അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. കുറെ ആൾക്കാരുടെ എന്താ പറയാ, കുറെ ആൾക്കാരുടെ പെരുമാറ്റങ്ങൾ ഒക്കെ കാണുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. അങ്ങനെ വരാനുള്ള റീസൺ നമ്മുടെ ഇടയിൽ അങ്ങനെ ഒരാൾക്കാര് അങ്ങനെ ഷോപ്പ് കാണിക്കാറുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഈ T ആയ ആൾക്കാർ മുന്നേ എന്തായിരുന്നു, G ആയിരുന്നു. G ആയിട്ടാണ് T ആയത്. പക്ഷെ അവര് ഇപ്പൊ അത് ഫുള്ളായിട്ട് മറന്നുപോയൊരു അവസ്ഥയാണ്. ഇപ്പൊ എന്താ കാരണം വെച്ചാൽ, ഇപ്പൊ ഒരു സാരി ഇട്ട് നിൽക്കുന്ന ഒരാൾക്ക് ഇതേപോലെ വേഷമിട്ട് പോകുന്ന ഒരാളെ കാണുമ്പോൾ ഒരു പുച്ഛം ഫീൽ ചെയ്തിട്ടുണ്ട് എനിക്ക് പലപ്പോഴും. അപ്പൊ ഞാൻ ഓർത്തത് എന്റെ മാത്രമായിരിക്കും. അങ്ങനെ ഒരാൾ പേര് പറയാൻ പറ്റും? അങ്ങനെ പേര് പറയാൻ പറ്റില്ല.
എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്, പിന്നെ എൻ്റെ കൂടെയുള്ള എൻ്റെ ഫ്രണ്ട്സിനും എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ. ഇപ്പൊ ഇപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആക്ച്വലി വിചാരിച്ചു ഈ ജൂണിൽ മറ്റേ കാലിക്കറ്റ് പ്രൈഡ് ഉണ്ടായിരുന്നു, പ്രൈഡിൽ പോകണമെന്ന് ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങളിങ്ങനെ പോകാമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളൊരു ഒരു ടീമൊക്കെ സെറ്റ് ചെയ്തു പോകാമെന്ന് വിചാരിച്ചു. പക്ഷെ പിന്നീട് ആലോചിച്ചപ്പോൾ ഞാൻ ഓർത്ത് എന്തിനും നമ്മൾ സപ്പോർട്ട് ചെയ്യണം. എന്തായാലും ഇപ്പൊ ഈ LGBT ടീം മാത്രമല്ലേ ഉള്ളൂ, അപ്പൊ ടീം മാത്രം പോയാൽ മതി. ഇപ്പോൾ LGBTQ+, L for lesbian, G for gay അങ്ങനെ എടുത്തെടുത്ത് പറയാം. അപ്പൊ ലെസ്ബിയനിലായ വന്ന ആൾക്കാർ ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ അവര് ഫേമസ് ആയി. ജിയിൽ വന്ന ആൾക്കാരൊന്നും അവിടെ എത്തിയിട്ടില്ല. സീസൺ 8 വരുന്നുണ്ട്. ടോണി ബിഗ് ബോസ് സീസൺ 8ലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു. അപ്പൊ എൻ്റെ ഞാൻ ആക്ച്വലി സീസൺ 1 ഇങ്ങനെ വരുന്നു എന്ന് പറഞ്ഞപ്പോഴും എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, ദൈവമേ എനിക്കൊന്ന് പോകാൻ പറ്റിയിരുന്നെങ്കിലോ. പക്ഷെ സീസൺ 1 ആക്ച്വലി നമുക്ക് അതിന് ഓപ്പർച്യൂണിറ്റി കിട്ടിയില്ല. സെക്കൻഡ് ട്രൈ ചെയ്തു, കിട്ടിയില്ല. തേർഡ് ട്രൈ ചെയ്തു, കിട്ടിയില്ല. ഫോർത്ത് ട്രൈ ചെയ്തു, കിട്ടിയില്ല. ഫിഫ്ത്ത് കിട്ടിയില്ല. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ 5th വരെയാണ് ആക്ച്വലി കുറച്ച് പോപ്പുലർ ആവുള്ളൂ നമ്മൾ പോയാൽ. പിന്നെ വരുന്ന സീസൺസ് ഒക്കെ വേസ്റ്റ് ആയിരിക്കും. ഓക്കെ. പിന്നെ ഇപ്പൊ പോയിട്ടും കാര്യമില്ല. എന്തുകൊണ്ട്? അല്ല, കാരണം ഇതിന് മുന്നേ ഉള്ള സീസൺ 7 ആയിരുന്നില്ലേ, സീസൺ 7 പോയ ആൾക്കാർക്ക് ലൈക്ക് ഹൈപ്പ് കിട്ടിയത് ഒരു 1 month മാക്സ് ടു മാക്സ് അല്ലേ. ഇപ്പൊ അവരെ പറ്റി കേൾക്കാനേ ഇല്ല. അപ്പോ താങ്കൾ ഈ പറഞ്ഞ പുച്ഛം കാര്യങ്ങളൊക്കെ ഇങ്ങനത്തെ ഒരു ഷോയിൽ വന്നു കഴിഞ്ഞാൽ അത് മാറ്റിയെടുക്കാൻ പറ്റില്ലേ? അങ്ങനെ ഷോയിൽ വന്ന് മാറുന്ന സാധനമല്ല അത്. താങ്കളുടെ കൂട്ടത്തില് താങ്കളെ പോലെ ഇരുന്ന പല ആൾക്കാരും ഇപ്പൊ ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ട് മാറിയത്, അവര് തന്നെ താങ്കൾ പുച്ഛിക്കാന്ന് പറഞ്ഞാല് അത് എന്തുകൊണ്ടാന്ന് ഇപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? അതാണ് ഞാൻ പറഞ്ഞത്, അവര് വന്ന വഴി മറന്നുപോര്. അവർ ആദ്യം എന്തായിരുന്നു, ഇപ്പൊ എന്താണെന്ന് മറന്നുപോയത്. എനിക്ക് തോന്നുന്നു അവര് ഗേ ആയിരുന്നു, ഇപ്പൊ ട്രാൻസ് ആണ്. അവരുള്ളിൽ ആ സ്ത്രൈണത അവര് കംപ്ലീറ്റ്ലി ഒരു സ്ത്രീയായി മാറിയത് കൊണ്ടാണ്. അങ്ങനെ മാറില്ലല്ലോ. പക്ഷെ മാറിയെന്നൊക്കെയാണ് പല ആൾക്കാരും പറയുന്നത്. ഓക്കെ. ഇപ്പൊ നമ്മളിപ്പോ ജാസിയുടെ ഒരു ഇഷ്യൂ എടുത്തിട്ടാണെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിലെ ആൾക്കാര്, ഈ ട്രാൻസ്ജെൻഡേഴ്സ് കമ്മ്യൂണിറ്റിയിലെ ആൾക്കാരെ ഏറ്റവും കൂടുതൽ കുറ്റപ്പെടുത്തുന്നതും ചില ആൾക്കാർ സപ്പോർട്ട് ചെയ്തും പറയുന്നുണ്ട്. ടോണീനെ സംബന്ധിച്ചോളം എന്താണ് ജാസിനെ പറ്റി പറയാനുള്ളത്? ജാസി പറഞ്ഞ പോലെ തന്നെ കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ലൈക്ക് എന്താ പറയാ, കുറെ കോൺട്രവേഴ്സീസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് വന്ന ഒരാളാണ്. അതായത് ഡേ 1 മുതൽ പുള്ളി ഇപ്പോഴാണ് ആ ഒരു CD ആയതല്ലേ? അതെ, CD അല്ലേ പുള്ളി? CD ആണോ DVD ആണോ എനിക്കറിയില്ല. CD ഇൻ ദ സെൻസ് ലൈക്ക് എന്താ പറയാ, ആണ് പെണ്ണിന്റെ വേഷം ഇടുന്നു എന്നുള്ളതാണ് CD എന്ന് പറയുന്നത്. ഇപ്പൊ ബുള്ളിങ്, ഇപ്പൊ താങ്കൾ ഈ പറഞ്ഞ പോലെ ഒരു ഗേ ആണെന്ന്, പ്രൗഡ്ലി ഗേ ആണെന്ന് പറയുമ്പോൾ ബുള്ളിങ് എന്തോരം കിട്ടിയിട്ടുണ്ട് ലൈഫിൽ? ബുള്ളിങ് ഒരുപാട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴും കിട്ടുന്നുണ്ടോ? ഇപ്പോഴും കിട്ടുന്നുണ്ട്. ബുള്ളിങ് ഞാൻ ആക്ച്വലി ഇപ്പോഴും ഫേസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ ഒരു ലൈക്ക് ഒരു ഷോപ്പിംഗ് മാളിൽ പോകുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ ഒരു ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ പോകുമ്പോഴാണെങ്കിലും ഒക്കെ നമ്മൾ ആൾക്കാരെ കാണുമ്പോൾ ആൾക്കാർ എന്തെങ്കിലും കമന്റ്സ് ഒക്കെ പറയും. കുറേ പേരുകൾ വിളിക്കും, നമ്മളെ കളിയാക്കും, പിന്നെ എന്താ പറയുക 10 പേര് കൂടി ചിരിക്കും. അതൊക്കെ നമ്മൾ ഫേസ് ചെയ്യാനുണ്ട്. പക്ഷേ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് കുട്ടികൾ ഈ കാര്യം പേടിച്ച് ലൈക്ക് മറ്റുള്ളവർ കളിയാക്കുമെന്ന് പേടിച്ചിട്ട് അവരുടെ ഉള്ളിലുള്ള സ്കില്ലുകളെല്ലാം ഉള്ളിൽ ഒതുക്കി ജീവിക്കുന്നുണ്ട്. ഇപ്പൊ താങ്കൾ നേരത്തെ പറഞ്ഞ ഒരു പ്രൗഡ്ലി ഗേ ആണ്, അല്ലെങ്കിൽ അത് പ്രൗഡ്ലി ആണ് താങ്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു കുട്ടി സെക്സ്വാലിറ്റി എന്താണ്, സെക്സ് എന്താണെന്ന് അറിയാത്തൊരു കുട്ടി ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ താങ്കളെ പോലെ ആൾക്കാരുടെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കേൾക്കുകയാണെങ്കിൽ അവരുടെ ഉള്ളിൽ ഇതുപോലെ ഒരു ഇൻഫ്ലുവൻസിങ് ഉണ്ടാവാൻ സാധ്യതയില്ലേ? അങ്ങനെ ഉണ്ടാവാറില്ല. കാരണം ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എന്താ പറയുക, ഈ ഒരു സാധനം ഉള്ളിൽ നിന്ന് വരുന്നതാണ്. ഈ ഒരു ഇഷ്ടം എന്ന് പറയുന്നത്, സെക്ഷുവാലിറ്റി എന്നുള്ളത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്. അല്ലാണ്ട് ഒരാൾക്കും ഫോഴ്സ്ഫുള്ളി അടിച്ചേൽപ്പിക്കാൻ പറ്റുന്ന സാധനമല്ല. ഞാൻ ഗേ ആണെന്ന് പറഞ്ഞുകൊണ്ട് ഗേ ആയിട്ട് ഒരാൾക്ക് മാത്രമേ അത് ഫീൽ ആവുള്ളൂ, അല്ലാത്തൊരാൾക്ക് ഈ ഒരു പാത്തിലേക്ക് വരണം എന്നില്ല. ഇനി എന്താണ് ഫ്യൂച്ചർ പ്ലാൻസ്? അപ്കമിങ് പ്രൊജക്റ്റ്, എനിക്കൊരു ഡ്രീം ഉണ്ട്, ലൈക്ക് ഒരു സ്റ്റുഡിയോ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത്. അത് കൊച്ചി അല്ലെങ്കിൽ ബാംഗ്ലൂരാണ് എൻ്റെ മനസ്സിലുള്ളത്. എല്ലാം ഒത്തു വരുവാണെങ്കിൽ അത് ലൈക്ക് ഒരു 2 yearsനുള്ളിൽ സക്സസ്ഫുള്ളി ലോഞ്ച് ചെയ്യാൻ പറ്റും എൻ്റെ ബ്രാൻഡ്. ഓക്കെ. സ്വന്തം ബ്രാൻഡ് ഒരു മേക്കപ്പ് സ്റ്റുഡിയോ അതൊരു കിങ്ഡമായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇപ്പൊ താങ്കൾ ഓൾറെഡി ഒരു സെലിബ്രിറ്റി അല്ലെങ്കിൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു, മോളിവുഡ് ആയിട്ട് ഒരുപാട് കണക്ഷൻസ് ഉണ്ട്. അപ്പൊ നമ്മുടെ മലയാളത്തിൽ ഏതെങ്കിലും പടത്തിൽ അഭിനയിച്ചിട്ടുണ്ടോ? ഇനി അഭിനയിക്കാനുള്ള താല്പര്യമുണ്ടോ? ഞാൻ ഒരു മൂവി ചെയ്തായിരുന്നു. പോസ്റ്റ് സ്റ്റോറി എന്നാണ് എൻ്റെ പേര്. അതിന് ഷൂട്ടിംഗ് നടക്കുന്നു. കൂടുതൽ കാര്യങ്ങളൊന്നും പറയാൻ പാടില്ലെന്നാ പറഞ്ഞേക്കണേ. എൻ്റെ ഒരു വളരെ മോശമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഇതിനകത്ത്. ഓക്കെ. വില്ലനായിട്ടാണ് വരുന്നത്? കൈൻഡ് ഓഫ് ഒരു സസ്പെൻഷൻ. പക്ഷെ എന്നാലും നമുക്ക് ചെറിയൊരു ത്രെഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോ എന്തുകൊണ്ട് ഇപ്പൊ മൂവിയിലേക്ക് എത്തി? മുമ്പ് എന്താ ചിന്തിക്കാനായിട്ട്? അത് ആക്ച്വലി ഞാൻ മൂവിയിലേക്ക് വരണം എന്ന് പറഞ്ഞിട്ട് വന്നതല്ല. എൻ്റെ ഒരു ഫ്രണ്ടാണ്, ഈ ഷാൻ കെ ചിരി എന്ന് പറഞ്ഞ ആളാണ് എന്നെ കോൺടാക്ട് ചെയ്യുന്നത്. പുള്ളി എന്നോട് ചോദിച്ചൊരു ക്യാരക്ടർ ഉണ്ടോ എനിക്ക് ചെയ്യാവോ? ഞാൻ പറഞ്ഞു ചെയ്യാം. അപ്പോഴും അത്ര കോൺഫിഡൻസ് ഇല്ലായിരുന്നു, പക്ഷേ എങ്ങനെയൊക്കെ ഞാൻ അടിപൊളിയായിട്ട് ചെയ്തു എന്നാണ് എൻ്റെ വിശ്വാസം. ഷൂട്ട് കഴിഞ്ഞു. എൻ്റെ ഭാഗം കഴിഞ്ഞു, ബാക്കിയുള്ള ഭാഗം ഇപ്പോൾ ഷൂട്ട് നടക്കുന്നു.
എനിവേ ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റി, മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്താണെന്നും ആൻഡ് എങ്ങനെയൊക്കെ മേക്കപ്പ് ചെയ്യണമെന്നും ആൻഡ് ഇതിലുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞതിൽ ഒരുപാട് നന്ദിയുണ്ട്. ആൻഡ് താങ്കൾ ആഗ്രഹിച്ച പോലത്തെ ഒരു വലിയൊരു മേക്കപ്പിൻ്റെ ഒരു കിങ്ഡം തന്നെ ഉണ്ടാക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ആൻഡ് താങ്ക് യു സോ മച്ച്. സീ യു സൂൺ. താങ്ക് യു.